how do you measure success? എങ്ങനെയാണ് വിജയത്തെ നിങ്ങൾ അളക്കുന്നത്? What is success for a Christian? ഒരു ക്രിസ്ത്യാനിക്ക് വിജയം എന്നാൽ എന്ത്? For a leader, ഒരു നേതാവിന് എന്താ വിജയം? for a servant of God, ഒരു ദേവദാസന് വിജയം എന്നാൽ എന്താ? what is success? എന്താണ് വിജയം? How do you measure success? എങ്ങനെയാണ് വിജയത്തെ നാം അളക്കുന്നത്? Many people think, അനേകം ആളുകൾ ചിന്തിക്കുന്നു, oh, if we have big crusade, we are successful. വലിയ മഹായോഗങ്ങൾ നടത്തപ്പെട്ടാൽ അതൊക്കെ വിജയം എന്ന് വിചാരിക്കുന്നു. The world has different ways of measuring success. വിജയത്തെ അളക്കാൻ ലോകത്തിന് പല മാനദണ്ഡങ്ങൾ ഉണ്ട്. If you get crowd, then you are successful in the eyes of the world. ഒരു വലിയ ജനസമൂഹം വന്നു ചേരുമെങ്കിൽ ലോക മനുഷ്യരുടെ മുന്നിൽ നിങ്ങൾ ജയാളികൾ ആയി തീർന്നിരിക്കുന്നു. If you are famous, you are successful. നിങ്ങൾ പ്രശസ്തരെങ്കിൽ നിങ്ങൾ ജയാളികൾ. If you are rich, you are successful. നിങ്ങൾ ധനികരെങ്കിൽ നിങ്ങൾ വിജയാളികൾ. If everything is, going on well, എല്ലാ സംഗതികളും സുഗമമായി മുന്നേറുന്നുവെങ്കിൽ. And somehow those world's ways of measuring success has come into the church also. എന്നാൽ എങ്ങനെയോ ലോകപ്രകാരമുള്ള വിജയത്തെ അളക്കുന്ന മാനദണ്ഡങ്ങളൊക്കെയും സഭയ്ക്ക് ഉള്ളിലേക്കും കടന്നുകൂടിയിരിക്കുന്നു. And we Christians also started measuring success as the world measures. ക്രിസ്ത്യാനികളായ നാമും ലോകം അളക്കുന്ന അളവിൽ വിജയത്തെ അളക്കാൻ തുടങ്ങിയിരിക്കുന്നു. This morning, നിങ്ങൾക്കറിയുമോ, ഈ പ്രഭാതത്തിൽ I am not going to preach to you. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്നില്ല. Nor I am going to teach you. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനും തുടങ്ങുന്നില്ല. I am going to have a heart-to-heart talk with you. ഹൃദയംഗവുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. With the help of the Holy Spirit. പരിശുദ്ധാത്മ സഹായത്താൽ. So how do you measure success? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ വിജയത്തെ അളക്കുക? We think, നാം വിചാരിക്കുന്നു, if we get big crowd, ഒരു വലിയ ആൾക്കൂട്ടം ലഭ്യമായാൽ we are successful. നാം ജയാളികൾ എന്ന് വിചാരിക്കും. അങ്ങനെയോ? Right? Everybody wants to do crusade. എല്ലാ ആളുകൾക്കും വൻ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ താല്പര്യമുണ്ട്. Everybody wants big crowd. എല്ലാ ആളുകളും വലിയ ജനസമൂഹം വന്നു ചേരണം. We think, നാം വിചാരിക്കുന്നു, if miracles happen, അത്ഭുതങ്ങൾ സംഭവിക്കുമെങ്കിൽ we are successful. നാം ജയാളികളായി Through തീർന്നിരിക്കുന്നു. my hands miracles must happen. എന്റെ കരത്താൽ അത്ഭുതങ്ങൾ When നടക്കണം. I pray miracles must happen. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണം. We think miracles are sign of success. നാം വിചാരിക്കുന്നു അത്ഭുതങ്ങളാണ് ഈ വിജയത്തിന്റെ അടയാളങ്ങളെന്ന്. Listen. കേൾക്കുവിൻ. Jesus never used crowd. യേശു കർത്താവോ ജനക്കൂട്ടങ്ങളെ ഉപയോഗിച്ചില്ല. Neither he used miracles to promote his ministry. തന്റെ ശുശ്രൂഷയ്ക്ക് മുന്നേറ്റം വരുത്താൻ തക്കവണ്ണം യേശു ഒരിക്കലും അത്ഭുതങ്ങളെ ഹേതുവാക്കിയില്ല. Amen. He never used crowd. അങ്ങനെ ആൾക്കൂട്ടം ആഗ്രഹിച്ചില്ല. Oh, that meeting we had 10,000 people, that meeting 20,000 people. ആ യോഗത്തിൽ 10,000, മറ്റൊരു യോഗത്തിൽ 20,000, അങ്ങനെ ഒരു ചിന്തയില്ല. He never quoted figures. യേശു കർത്താവ് ഒരിക്കലും അങ്ങനെ കണക്കുകളുടെ പട്ടിക നിരത്തിയില്ല. Why do we quote figures? എന്തുകൊണ്ട് നാം ഈ കണക്കുകളൊക്കെ പറയുന്നു? All evangelists we talk about, I had 10,000 people in my meeting. എല്ലാ സുവിശേഷകന്മാരും എന്റെ യോഗത്തില 10,000 ആളുകളുണ്ട് എന്ന് പറയുന്നു. Meeting I had 25,000 crowd. മറ്റൊരു യോഗത്തിൽ എനിക്ക് 25,000 ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. When David counted numbers, ദാവീദോ ഇങ്ങനെ ആടുകളെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ the wrath of God came. ദൈവത്തിന്റെ കോപാഗ്നി അവിടെ ഇറങ്ങി. Thousands died. ആയിരങ്ങൾ മരിച്ചു. Why do we do the same mistake? എന്തുകൊണ്ട് നാമും അതേ തെറ്റിൽ ഏർപ്പെടുന്നു? Why do we count numbers? എന്തുകൊണ്ട് നാം ഈ കണക്കുകൾ എടുക്കുന്നു, എണ്ണം തിട്ടപ്പെടുത്തുന്നു? Amen. ആമേൻ. Are you following? നിങ്ങൾ കേൾക്കുന്നോ? There are times in the Bible where God asked them to count numbers. ഇങ്ങനെ കണക്കുകൾ എടുക്കാൻ തക്കവണ്ണം ദൈവം ആവശ്യപ്പെട്ട ചില സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. So what I'm trying to tell you, അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, is don't think because you are having crowd you are successful. നിങ്ങൾക്ക് വലിയ ഒരു ജനക്കൂട്ടം ലഭ്യമായതുകൊണ്ട് നിങ്ങൾ ജയാളികൾ, വിജയികൾ എന്ന് വിചാരിക്കരുത്. People listen to you, that's why you are successful. ആളുകൾ നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുന്നു, അത് വിജയത്തിന്റെ അടയാളമല്ല. No. ഇല്ല. Don't think because miracles are happening we are successful. ഇല്ല, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മുഖാന്തരമായി നാം വിജയാളികൾ എന്നും വിചാരിച്ചു പോകരുത്. Are you listening? നിങ്ങൾ കേൾക്കുന്നോ? Are you following? നിങ്ങൾ മനസ്സിലാക്കുന്നോ? Judas Iscariot also performed miracles. യൂദാ ഇസ്കരിയോത്തും അത്ഭുതം നിറവേറ്റി. Jesus sent all 2 by 2. യേശു കർത്താവ് 2 പേരെ ശിഷ്യന്മാരെ അയച്ചു. He also performed miracles. അവനും അത്ഭുതങ്ങൾ നിറവേറ്റി. God used him also. ദൈവം അവനെയും ഉപയോഗിച്ചു. Miracles are not the sign you are successful. അത്ഭുതങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ സൂചകം അല്ലെങ്കിൽ അടയാളമല്ല. How about the anointing? എന്നാൽ അഭിഷേകത്തെ കുറിച്ച് എന്ത് പറയുന്നു? Oh, anointing. അയ്യോ, അഭിഷേകം. Anointing means successful. അഭിഷേകം അത് മുഖാന്തരം വിജയം ഇല്ല.
Anointing is not the sign of success. അഭിഷേകം എന്നത് വിജയത്തിന്റെ അടയാളം അല്ല. Satan, before he fell, he was the anointed cherub. സാത്താനോ അവൻ നിലം പൊത്തുന്നതിന് മുന്നായി അവൻ കെറൂബുകളുടെ ഇടയിൽ അവൻ അഭിഷിക്തനായി കാണപ്പെട്ടിരുന്നു. Anointing doesn't mean you are successful. അഭിഷേകം ഉള്ളതുകൊണ്ട് നിങ്ങൾ ജയാളികൾ എന്ന് പറയാൻ കഴിയില്ല. Some people think presence of God. ചില ആളുകൾ വിചാരിക്കുന്നു ദൈവ സാന്നിധ്യമുണ്ടെങ്കിലോ. Oh, presence of God. ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ, You have the presence of God. എനിക്ക് ദൈവ സാന്നിധ്യമുണ്ട്. Wherever we go, presence of God. എവിടെയൊക്കെ ഞാൻ കടന്നു ചെല്ലുന്നു അവിടെയൊക്കെ ഇല്ല ദൈവ സാന്നിധ്യം പിൻഗമിക്കുന്നു. Presence of God. ദൈവ സാന്നിധ്യം വന്നു ചേരുന്നു. ഇസ്രായേൽ had the presence of God with them. അവരോടൊപ്പം ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. But God was not happy with them. എന്നാൽ ദൈവത്തിനോ അവരോട് സന്തോഷമുണ്ടായില്ല. He overthrew them in the wilderness. അവരെയൊക്കെയും ദൈവം ഈ മരുഭൂമി യാത്രയിൽ ആക്കി. So just because you are having presence of God with you doesn't mean you are successful. നിങ്ങളോടൊപ്പം ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജയാളികൾ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. How about fasting, 40 days fasting? എന്നാൽ 40 ദിവസം ഉപവസിച്ചാലോ എന്ന് പറയുന്നു. In some places they have competition fasting. We fasted 40 days, we fasted 45 days. ചില സ്ഥലങ്ങളിലൊക്കെയും ഉപവാസത്തിന്റെ കാര്യത്തിൽ അവിടെ മത്സരമുണ്ട്. ഞങ്ങൾ 40 ദിവസം ഉപവസിച്ചു, അല്ല ഞങ്ങൾ 45 ദിവസം ഉപവസിച്ചു എന്ന് പറയുന്നവരുണ്ട്. Do you think if we fast we are successful? നാം ഉപവസിക്കുന്നുവെങ്കിൽ നാം ജയാളികളായി തീരും എന്ന് വിചാരിക്കുന്നുവോ? Moses fasted 40 days 2 times, still didn't go to the promised land. മോശെ 2 വട്ടം 40 ദിവസം ഉപവസിച്ചുവെങ്കിലും അവൻ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേർന്നില്ല. Correct? ശരിയല്ലേ? So don't think, because we are getting crowd we are successful. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട വൻ സമൂഹം ജനക്കൂട്ടം ലഭിക്കുന്നത് കൊണ്ട് ജയാളികൾ അല്ല. Miracles, അത്ഭുതങ്ങൾ, anointing, അഭിഷേകം, presence of God, ദൈവ സാന്നിധ്യം, fasting, ഉപവാസം, because of all this we are successful. ഈ സംഗതികൾ എല്ലാം കൊണ്ട് ജയാളികൾ എന്ന് വിചാരിച്ചു Because പോകരുത്. we have this, that means we are successful. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ജയാളികൾ എന്ന് വിചാരിക്കേണ്ട. No. ഇല്ല. Then how do we measure success? അങ്ങനെയെങ്കിൽ വിജയത്തെ എങ്ങനെ അളക്കുവാൻ കഴിയും? How do we know we are successful? നാം ജയാളികൾ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ What is കഴിയും? success in the eyes of God? ദൈവസന്നിധിയിൽ ദൈവദൃഷ്ടിയിൽ എന്താണ് വിജയം? Listen to this carefully. ഇത് ശ്രദ്ധയോടെ കേൾക്കുവിൻ. Doing the will of God is being successful. ദൈവഹിതം ചെയ്യുന്നത് തന്നെയാകുന്നു വിജയം. Amen. ആമേൻ. Doing the will of God ദൈവഹിതം ജീവിതത്തിൽ നിറവേറ്റണം is to be successful. അത് അപ്രകാരം നാം ജയാളികൾ ആകുന്നു. Even as we are about to start this conference, ഈ കോൺഫറൻസ് നാം ആരംഭിക്കുന്ന ഈ വേളയിൽ തന്നെ I want you to commit yourself to God. നിങ്ങളെ ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Saying, God, I commit myself ദൈവമേ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. to do your will, O Lord. ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ I സമർപ്പിക്കുന്നു. get crowd or no crowd, എനിക്ക് ജനക്കൂട്ടം കിട്ടിയാലും ഇല്ലെങ്കിലും, I feel your presence or not, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചാലും ഇല്ലെങ്കിലും, I have anointing or not, എനിക്ക് അഭിഷേകമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, miracles or no miracles, അത്ഭുതങ്ങളോ ഇല്ലയോ, Lord, I will live to do your will, O God. ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞാൻ ജീവിക്കും. Your will is my food. അങ്ങയുടെ ഹിതം തന്നെ എന്റെ ആഹാരം. I have come to do your will, O Lord. ദൈവമേ അങ്ങയുടെ ഹിതം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു. Amen. ആമേൻ. I will do your will, O God. ദൈവമേ അങ്ങയുടെ ഹിതം ഞാൻ നിറവേറ്റും. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. We will live to do the will of God. ദൈവഹിതം നിറവേറ്റാനായി നാം ജീവിക്കും. Amen. ആമേൻ. Will you make that decision today? ഇന്ന് ആ തീരുമാനം നിങ്ങൾ എടുക്കുമോ? That's a small yes. ഒരു ചെറിയ ശരിയല്ലേ പറഞ്ഞുള്ളൂ. Will you live to do God's will? ദൈവഹിതം നിറവേറ്റാൻ ജീവിക്കുമോ? Amen. God will send crowd. ദൈവം ജനക്കൂട്ടങ്ങളെ അയക്കും. Crowd is not our center. ജനക്കൂട്ടമല്ല നമ്മുടെ കേന്ദ്രസ്ഥാനം. Will of God. ദൈവഹിതം യേശുവാകുന്നു. Amen. ആമേൻ. Crowd may come, crowd may not come. ജനക്കൂട്ടം വന്നേക്കാം, ജനക്കൂട്ടം വന്നില്ലായിരിക്കും. Miracles, no miracles. അത്ഭുതങ്ങളോ അത്ഭുതങ്ങളില്ലയോ, Healing, no healing. രോഗശാന്തിയോ ഇല്ലയോ, Anointing, no anointing. അഭിഷേകമോ ഇല്ലയോ. But I am here to do the will of God. എന്നാൽ ഞാൻ ഇതാ കർത്താവേ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ നിലകൊള്ളുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Now answer this question. ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയുവിൻ. When Jesus was on the cross, യേശുക്രിസ്തു ക്രൂശിൽ തൂങ്ങിക്കിടക്കവേ did he feel the presence of God? ദൈവ സാന്നിധ്യം യേശു അനുഭവിച്ചുവോ? When Jesus was on the cross, യേശു ക്രൂശിലായിരുന്നപ്പോൾ did he feel the presence of God? യേശു ദൈവ സാന്നിധ്യം അനുഭവിച്ചിരുന്നുവോ? Did he feel the anointing? യേശു അഭിഷേകം അനുഭവിച്ചിരുന്നുവോ? But still he was in the center of God's perfect will. എങ്കിലും യേശു ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ആയിരുന്നു. ഹല്ലേലൂയ. Amen. ആമേൻ.
No presence of God. ദൈവ സാന്നിധ്യമില്ല, No anointing. അഭിഷേകമില്ല. But he was fulfilling the perfect will of God. എന്നാൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം യേശു നിറവേറ്റുകയായിരുന്നു. And it is in that time ആ സന്ദർഭത്തിലായിരുന്നു he brought eternal salvation to the whole world. ലോകത്തിന് ആഗമനമായി യേശു നിത്യമായ രക്ഷ സമ്പാദ്യമായി The നൽകിയത്. problem with us is എന്നാൽ നമുക്കുള്ള പ്രശ്നം we ഇതാകുന്നു. go of lot of outward things. നാം ഇതാ ബാഹ്യമായ അനേകം സംഗതികളുമായി We മുന്നേറുന്നു. go much after manifestation. നാം പ്രകടമായ സംഗതികൾ പിന്നാലെ പിൻഗമിച്ചുകൊണ്ടിരിക്കുന്നു. But we are not willing to lay down our life for our brother. എന്നാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ അർപ്പിക്കുവാൻ നാം തയ്യാറല്ല. We are not willing to suffer for others. മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ നാം തയ്യാറല്ല. We are not willing to carry others' burden. മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുവാൻ നമുക്ക് തയ്യാറല്ല. We don't want the cross. നമുക്ക് കുരിശ് വേണ്ട, But we want the crown. എന്നാൽ നമുക്ക് കിരീടം വേണം. Are you following? നിങ്ങൾ കേൾക്കുന്നുവോ? There is no crown without the cross. ക്രൂശില്ലാതെ നമുക്ക് കിരീടം പ്രാപിക്കുവാൻ കഴിയുകയില്ല. Lift up your hand and say, thank you, Jesus. കരങ്ങളെ ഉയർത്തി പറയാം, യേശുവേ നന്ദി, Thank you, Jesus. യേശുവേ നന്ദി. What is the need of this hour? ഈ മണിക്കൂറിലെ ആവശ്യകത എന്താകുന്നു? The need for this hour is ഈ മണിക്കൂറിന്റെ ആവശ്യകതയോ men and women സ്ത്രീ പുരുഷന്മാരെ who are radically committed to do the will of God. ദൈവഹിതം നിറവേറ്റുവാൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ. Amen. ആമേൻ. Lord, I commit myself to do your will. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. You have called me to stand with this church. I will stand with this church. കർത്താവേ, ഈ സഭയോട് ഒത്തുനിൽക്കുവാൻ അങ്ങനെ വിളിച്ചിരിക്കാൻ ഞാൻ ഒത്തുനിൽക്കുന്നു. You called me to serve people. I will serve people. കർത്താവേ, ജനങ്ങളെ സേവിക്കുവാൻ അങ്ങനെ വിളിക്കുന്നുവെങ്കിൽ ഞാൻ ജനങ്ങളെ സേവിക്കും. You called me to stand with Pastor Tinu. I will stand with him. കർത്താവേ, പാസ്റ്റർ ചിന്നോട് ചേർന്ന് നിൽക്കുവാൻ അങ്ങ് എന്നെ വിളിക്കുന്നുവെങ്കിൽ ഞാൻ നിശ്ചയമായും ചേർന്ന് നിൽക്കും. Lord, I will do your will, O Lord. കർത്താവേ, ഞാൻ അങ്ങയുടെ ഹിതം ചെയ്യും. They that do the will of God will abide forever. ദൈവഹിതം നിറവേറ്റുന്നവരോ എന്നേക്കും നിലനിൽക്കും. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Lot of people will come. Lord, we did miracles in your name. We did healing in your name. ധാരാളം ആളുകൾ വന്ന് പറഞ്ഞേക്കാം, കർത്താവേ, ഈ അത്ഭുതങ്ങളും ഈ അടയാളങ്ങളും ഒക്കെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നിറവേറ്റും. But many will go from there without doing the will of God. എന്നാൽ ദൈവഹിതം ചെയ്യാതെ അനേകർ വിട്ടുപോകുന്നവർ ഉണ്ടായിരിക്കും. Amen. ആമേൻ. So, there's a beautiful illustration. വളരെ മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. I will tell this. ഞാനിത് പറയാം. And after that, അതിനുശേഷം we are going to pray. നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നു. In this session, ഈ സെഷനിൽ every 15 minutes we'll pray small prayer. എല്ലാ 15 നിമിഷവും ചെറിയ പ്രാർത്ഥനകൾ നാം ചൊല്ലും. Amen. ആമേൻ. How many love to pray? എത്ര പേർ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു? How many love Jesus? എത്ര പേർ യേശുവിനെ സ്നേഹിക്കുന്നു? കർത്താവേ, സ്തോത്രം. He is our first love. യേശു കർത്താവ് നമ്മുടെ ആദ്യ സ്നേഹമാകുന്നു. Nothing should excite you more than Jesus. യേശുവിനെ അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ആവേശം വരുത്തരുത്. Jesus holds the prime place in our life. നമ്മുടെ ജീവിതങ്ങളിൽ യേശു പരമപ്രധാനമായ പ്രാമുഖ്യം സ്വീകരിച്ചിരിക്കുന്നു. Amen. ആമേൻ. Here is Moses. ഇവിടെ ഇതാ മോശയുണ്ട്. God tells him, ദൈവം അവനോട് പറഞ്ഞു, speak to the rock because people are in need of water. ജനങ്ങൾക്കൊക്കെയും വെള്ളത്തിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് പാറയോട് നീ സംസാരിക്കാം. First time, ഒന്നാം പ്രാവശ്യം God said, smite the rock. ദൈവം പറഞ്ഞു, നീ പാറയെ അടിക്കാം. So he smote the rock. അതുകൊണ്ട് അവൻ പാറയെ അടിച്ചു. Water came out. വെള്ളം പുറപ്പെട്ടു. That rock was Christ, represented Christ. അത് പ്രതിദാനം ചെയ്യുന്നത് ക്രിസ്തുവാകുന്ന പാറ ആകുന്നു. Christ had to be smitten once on the cross. ഒരിക്കലായി യേശു കർത്താവ് ക്രൂശിൽ തറയ്ക്കപ്പെടേണ്ടതുണ്ട്, അടിക്കപ്പെടേണ്ടതുണ്ട്. രണ്ടാം പ്രാവശ്യം They needed water again. അവർക്ക് വീണ്ടും വെള്ളം ആവശ്യമുണ്ട്. So God said to Moses, അതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു, this time only speak to the rock. ഇപ്രാവശ്യം നീ പാറയോട് സംസാരിക്കുക മാത്രം ചെയ്യുക. Because Christ cannot be smitten twice. കാരണം എന്താ? യേശു കർത്താവ് രണ്ട് പ്രാവശ്യം രണ്ടു വട്ടം അടിക്കപ്പെടാൻ കഴിയുകയില്ല. Only once on the cross. ഒരിക്കലായി ക്രൂശിൽ. So Moses went to the rock. അതുകൊണ്ട് മോശെ പാറയുടെ അടുക്കലേക്ക് പോയി. And there was so much pressure on Moses. മോശയുടെ മേൽ ധാരാളം സ്വാധീനം, സമ്മർദ്ദമുണ്ട്. So much against Moses. ആളുകൾ അവന് എതിരായി നിലകൊണ്ടിരുന്നു. Lot of pressure on Moses. അവന്റെ മേൽ ധാരാളം സമ്മർദ്ദമുണ്ട്. Moses was very upset. മോശെ വളരെ അധികം So ക്ഷീണിതനായി. he took the rod. അതുകൊണ്ട് അവൻ വടിയെടുത്തു. Instead of speaking to the rock, പാറയോട് സംസാരിക്കുന്നതിന് പകരമായി he smote the rock. അവൻ പാറയെ അടിച്ചു. Christ cannot be smitten twice. ക്രിസ്തുവും രണ്ട് പ്രാവശ്യം അടിക്കപ്പെടാൻ കഴിയില്ല. He smote the rock. അവൻ പാറയെ അടിച്ചു. And what happened? എന്ത് സംഭവിച്ചു? Water came out. വെള്ളം പുറപ്പെട്ടു. Even Moses did a mistake. മോശെ ഒരു തെറ്റ് ചെയ്തുവെങ്കിലും Water came out. വെള്ളം പുറപ്പെട്ടു. People all drank water. ആളുകളൊക്കെയും വെള്ളം കുടിച്ചു. People's needs were met. ആളുകളുടെ ആവശ്യങ്ങൾ സന്ധാരണം In ചെയ്യപ്പെട്ടു. everybody's eyes, it was a miracle. എല്ലാ ആളുകളുടെയും ദൃഷ്ടിയിൽ അതൊരു അത്ഭുതമായിരുന്നു. In everybody's eyes, Moses is their hero. എല്ലാ ആളുകളുടെയും മുന്നിൽ മോശെ ഒരു വീരപുരുഷനായിരുന്നു. Right? In the natural,
അങ്ങനെ സ്വാഭാവിക തലത്തിൽ Everything looks well. എല്ലാം നന്നായി Here കാണപ്പെടുന്നു. is the man of God. ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്. Goes with the rod. അവൻ വടിയുമായി പോകുന്നു. With the same rod he does miracles. അവൻ ആ വടി കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നു. He smites the rock. അവൻ പാറയെ അടിക്കുന്നു. The water comes out. വെള്ളം പുറപ്പെടുന്നു. People drink the water. ആളുകൾ വെള്ളം കുടിക്കുന്നു. Everybody satisfied. എല്ലാ ആളുകളും തൃപ്തരായി. Everybody says, "Wow, Moses is the man of God." എല്ലാ ആളുകളും പറയുന്നു, ഹാ ഇതാ മോശെ ഒരു ദൈവപുരുഷൻ. What a wonderful miracle. എത്ര അത്ഭുതകരമായ അത്ഭുതം. Everybody will, glorify God. എല്ലാ ആളുകളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. This is what happens. ഇതാണ് സംഭവിക്കുന്നത്. Now let us go into the same incident. അതേ സംഭവത്തിന് ഉള്ളറകളിലേക്ക് നമുക്ക് പോകാം. Line by line. വരി വരിയായി പോകാം. Now you have to answer me, yes or no. നിങ്ങളിപ്പോൾ എനിക്ക് ശരിയോ തെറ്റോ എന്ന് ഉത്തരം പറയണം. Are you ready? നിങ്ങൾ തയ്യാറോ? തയ്യാറോ? That itself, okay, right? Are you ready? നിങ്ങൾ തയ്യാറോ? Yes, okay. When Moses hit the rock, did water come out of the rock? മോശെ പാറയെ അടിച്ചപ്പോൾ വെള്ളം പാറയിൽ നിന്ന് പുറപ്പെട്ടു വന്നുവോ? Was it a miracle? അത് അത്ഭുതമായിരുന്നോ? Where the needs of people met? ആളുകളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറപ്പെട്ടോ? In the eyes of people, Moses is their great leader, hero. ആളുകളുടെ മുന്നിൽ മോശെ ഒരു വീരപുരുഷനല്ലേ? In the natural, everything is good. സ്വാഭാവിക തലത്തിൽ എല്ലാം സുഖമായിരിക്കുന്നില്ലേ? It looks successful. അത് വിജയകരമായി കാണപ്പെടുന്നു. Answer loudly. ഉച്ചത്തിൽ പറയുവിൻ. Did water come out? വെള്ളം പുറപ്പെട്ടോ? Miracle? അത്ഭുതമുണ്ടോ? Needs met? ആവശ്യങ്ങൾ നിറവേറിയോ? Moses their hero? മോശെ വീരപുരുഷനോ? Everything? എല്ലാം Yes. വിജയം. Last question. എന്നാൽ അവസാന ചോദ്യം, Was God happy? ദൈവം അതിൽ സന്തുഷ്ടനായുവോ? Was God happy? ദൈവം സന്തോഷവാനായി തീർന്നോ? You know what I feel in my spirit? എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന I വ്യഥ feel അറിയുമോ? like coming to every one of you. നിങ്ങളുടെ അടുക്കലേക്ക് ഓരോരുത്തരോടും ഞാൻ വരാൻ I താല്പര്യമുണ്ട്. feel like holding your shoulder. നിങ്ങളുടെ തോളുകളെ ചുമലുകളെ പിടിക്കാൻ I താല്പര്യമുണ്ട്. feel like looking into your eyes. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ താല്പര്യമുണ്ട്. And I feel like asking you, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ താല്പര്യപ്പെടുന്നു, is God happy with you, brother? സഹോദരാ, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? Sister, is God happy with you? സഹോദരി, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? Young man, is God happy with you? യുവാവേ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് സന്തോഷമുണ്ടോ? That is what the Holy Spirit is stirring me. അതാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നെ ജ്വലിപ്പിക്കുന്നത്. I feel like asking pastors and preachers these days, ഈ കാലഘട്ടത്തിലെ പാസ്റ്റർമാരോടും പ്രസംഗങ്ങളോടും എനിക്ക് ചോദിക്കാനുണ്ട്, is God happy with you? നിന്നെക്കുറിച്ച് ദൈവത്തിന് സന്തോഷമുണ്ടോ? There are hundreds preaching the gospel. നൂറുകണക്കിന് ആളുകൾ സുവിശേഷം പ്രസംഗിക്കുന്നു. Is God happy? ദൈവത്തിന് സന്തോഷമുണ്ടോ? Then that is success. അതാണ് അങ്ങനെയെങ്കിൽ അതാണ് When വിജയം. God is happy, എവിടെ ദൈവത്തിന് സന്തോഷമുണ്ടോ you are successful. നിങ്ങൾ ജയാളികളാകുന്നു. When God is happy with you, നിങ്ങളെക്കുറിച്ച് ദൈവം സന്തോഷിക്കുമ്പോൾ you are successful. നിങ്ങൾ വിജയാളികൾ തന്നെ. When your life brings smile on the face of Jesus, യേശുവിന്റെ മുഖത്ത് ആ പുഞ്ചിരി ഭാവം ഉണ്ടാകുമ്പോൾ then you are successful. അപ്പോൾ നിങ്ങൾ വിജയാളികളാകും. Outward, so many things may happen. പുറമെ ധാരാളം സംഗതികൾ നടന്നേക്കാം, May not happen. നടന്നില്ലായിരിക്കാം. That's not the thing. അതല്ല കാര്യം. But with my inside life, എന്നാൽ എൻ്റെ ആന്തരിക ജീവിതത്തിന്റെ ഉള്ളറകളിൽ is Jesus happy? യേശുവിന് സന്തോഷമുണ്ടാകുമെങ്കിൽ Now listen. ഇപ്പോൾ കേൾക്കുവിൻ. You and I നിങ്ങളും ഞാനും are created for His pleasure. കർത്താവിന്റെ ഉല്ലാസനും സന്തോഷനുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. We are created for His joy. കർത്താവിന്റെ സന്തോഷത്തിനായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. We are created for His satisfaction. കർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. We will take 2 minutes time. ഇപ്പോൾ നാം 2 നിമിഷം സമയമെടുക്കും. Go on your knees. നമുക്ക് മുട്ടിന്മേൽ Or നിൽക്കാം. you want to sit. അല്ല, Or you ഇരിക്കുമെങ്കിൽ want to ഇരിക്കാം. stand. നിൽക്കണമെങ്കിൽ നിൽക്കാം. But rend your heart before God. എന്നാൽ ദിവസം നിങ്ങളുടെ ഹൃദയങ്ങൾ നുറുങ്ങട്ടെ. Say, God, today in this conference, കർത്താവേ, ഈ ദിവസം ഇവിടുത്തെ I കോൺഫറൻസിൽ make a decision ഞാനൊരു തീരുമാനമെടുക്കുന്നു. that I will live to please you, God. കർത്താവേ, അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ജീവിക്കും. I will live to make you happy. അങ്ങയെ സന്തോഷിപ്പിക്കുവാൻ ഞാൻ ജീവിക്കും. I will live to do your will. അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞാൻ ജീവിക്കും. Your will, doing your will is my priority. ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുന്നത് തന്നെ എൻ്റെ ജീവിതത്തിലെ പ്രാമുഖ്യം. Come on, your time starts now. ഇതാ ഇപ്പോൾ നിങ്ങളുടെ സമയമാണ്. Fall on your face before God. ദൈവസന്നിധിയിൽ നമുക്ക് നിലംപൊത്തി നിൽക്കാം. Some young people come in the front and kneel down. ചില യുവതിവാക്കൾക്കോ മുന്നിലേക്ക് വന്ന് മുട്ടുകുത്താം. Kneel down or fall on your face, stand and say, God, touch my life today. മുട്ടുകുത്തിയോ ഇരിക്കുകയോ നിലംപൊത്തി കർത്താവിന്റെ സന്നിധിയിൽ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ അടുക്കിലേക്ക് ചെല്ലാം. Big ministry or small ministry. വലിയ ശുശ്രൂഷയായാലും ചെറിയ ശുശ്രൂഷയായാലും, Ministry
ministry or no ministry, ശുശ്രൂഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, fame or no fame, താവേ പ്രശസ്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, I will live to do your will. അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ ജീവിക്കും. Today I dedicate my life ഇന്ന് എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു to do your will. അങ്ങയുടെ ഹിതം നിറവേറ്റാൻ. You will hold the first priority in my life. എന്റെ ജീവിതത്തിൽ കർത്താവേ അങ്ങ് തന്നെയായിരിക്കും മുഖ്യമായ പ്രാമുഖ്യം. Doing your will be my first priority. അങ്ങയുടെ ഹിതം നിറവേറ്റുന്നതിന് കർത്താവേ എന്റെ ഒന്നാമത്തെ പാരമ്യമായിരിക്കും. Come on, plead for mercy right now. ഇപ്പോൾ തന്നെ കർത്താവിന് കൃപയ്ക്കായി അപേക്ഷിക്കുവേൻ. Lord, have mercy on me. കർത്താവേ എന്നോട് മനസ്സലിയണമേ. Lord, I pray this afternoon that you will have mercy on these people. കർത്താവേ ഈ മധ്യാഹ്നവേളയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ജനങ്ങളുടെ അങ്ങ് മനസ്സലിയണമേ. Have mercy on me. എന്നോട് മനസ്സലിയണമേ. I am a failure if I don't do your will. കർത്താവേ അങ്ങയുടെ ഹിതം ഞാൻ നിറവേറ്റുന്നതിന് ഞാൻ പരാജിതൻ തന്നെ. Lord, I want to live to do your will. അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ കർത്താവേ ഞാൻ ജീവിച്ചിരിക്കട്ടെ. I want to do your will. അങ്ങയുടെ ഹിതം എനിക്ക് നിറവേറ്റണം. Pray everybody. Another 1 more minute, pray. ഒരു നിമിഷം കൂടെ എല്ലാവർക്കും വായ തുറന്ന് പ്രാർത്ഥിക്കാം. Pray. പ്രാർത്ഥിക്കുവാൻ വ്യക്തിഗത Deep prayer. ആഴമേറിയ പ്രാർത്ഥന ഉരുവാകട്ടെ. ആഴമേറിയ പ്രാർത്ഥന ഉരുവാകട്ടെ. Talk to God. ദൈവത്തോട് സംസാരിക്കുവാൻ. Lord, I want to do your will. കർത്താവേ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ എനിക്ക് മനസ്സുണ്ട്. I want to do your will. അങ്ങയുടെ ഹിതം എനിക്ക് നിറവേറ്റണം. I want to do your will. അങ്ങയുടെ ഹിതം എനിക്ക് നിറവേറ്റണം. I want to do your will. ദൈവമേ അങ്ങയുടെ ഹിതം എനിക്ക് ചെയ്യണം. I want to bring smile on your face. അങ്ങയുടെ മുഖത്ത് കർത്താവേ പുഞ്ചിരി ഉണ്ടാകട്ടെ. One day when I come, ഒരു നാളിൽ ഞാൻ അങ്ങയെ കണ്ടുമുട്ടാൻ കടന്നു വരുമ്പോൾ, tell me, well done, good and faithful servant. വിശ്വസ്തനും നല്ല ദാസനുമേ അങ്ങ് എന്നോട് പറയണം. Then I will be successful. അങ്ങനെയെങ്കിൽ ഞാൻ ജയാളിയായി തീരും. Well done, my good and faithful servant. വിശ്വസ്തനും നല്ലവനുമായ ദാസനെ എന്ന് അങ്ങയുടെ ശബ്ദം കേൾക്കട്ടെ. Lord, pour out your spirit. ദൈവമേ അങ്ങയുടെ ആത്മാവിനെ ചൊരിയണമേ. And I plead with you. ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. Everybody here in this conference will become people who will do the will of God. ഈ കോൺഫറൻസിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളും അങ്ങയുടെ ഹിതം നിറവേറ്റുന്നവർ ആയി തീരട്ടെ. I pray that this church will become the church that will do the will of God. ദൈവഹിതം ചെയ്യുന്ന ഒരു സഭയായി ഈ സഭ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. You have great plans for your people who are after your will. അങ്ങയുടെ ഹിതത്തിന് പിന്നാലെയുള്ള അങ്ങയുടെ ജനത്തിനു വേണ്ടി അങ്ങക്ക് വലിയ പദ്ധതികളുണ്ടല്ലോ. And we submit ourselves to do your will. കർത്താവേ ഞാൻ ഈ ജനത്തോട് ചേർന്ന് അങ്ങയുടെ ഹിതം ചെയ്യാൻ നിറവേറ്റുന്നു, സമർപ്പിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. You may be seated. ദയവായി ഇരിക്കുവിൻ. You know what is my prayer for this? For you all? നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ? And even after we go from here, you know what will we be praying for you and your church? ഞാൻ ഇവിടെ നിന്ന് മറ്റന്നാൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയും എൻ്റെ നിരന്തരമായ പ്രാർത്ഥന എന്തെന്നറിയുമോ? That you people, your heart will burn to do the will of God. ദൈവഹിതം ചെയ്യുവാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. May this become a church whose fervent desire will be to do radically live to do the will of God. നിരന്തരമായ ദൈവസാന്നിധ്യം നുകർന്നുകൊണ്ട് കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന എരിവുള്ള വിശ്വാസികളുടെ ഒരു സഭയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. That Jesus will feel at home in this church. He will feel very comfortable here. യേശുവോ ഈ സഭയ്ക്കുള്ളിൽ വളരെ സ്വസ്ഥത അനുഭവിക്കുവാൻ ഇടവരട്ടെ. He'll say, these are my people, they do my will. യേശു പറയും, ഇതാ എൻ്റെ ജനം, അവർ എൻ്റെ ഹിതം നിറവേറ്റുന്നു. Many people are doing many things. അനേകം ആളുകൾ അനേകം സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. But we will do the will of God. എന്നാൽ നാമോ ദൈവഹിതം തന്നെ ചെയ്യും.
Amen. ആമേൻ. In these last days, ഈ അന്ത്യനാളുകളിൽ God is looking for that kind of people. അത്തരത്തിലുള്ള ആളുകളെ ദൈവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. Amen. ആമേൻ. And those are the people who do the will of God. അത്തരത്തിൽ ദൈവഹിതം ചെയ്യുന്ന ആളുകൾ They will speed up his return. അവർ കർത്താവിന്റെ വരവിന് ത്വരിതം വർദ്ധിപ്പിക്കും. They will speed up his return. കർത്താവിന്റെ രണ്ടാം വരവിന് വേഗത നാം വർദ്ധിപ്പിക്കും. This kind of people ഇത്തരത്തിലുള്ള ആളുകൾ who radically live to do the will of God, ദൈവഹിതം ചെയ്യുവാൻ തക്കവണ്ണം ആഴമേറിയ സമർപ്പണം ചെയ്തിരിക്കുന്നവർ, it is through them God will cast the devil out of this earth. അവരിലൂടെയാണ് കർത്താവ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന സാത്താനെ പുറത്തേക്ക് അകറ്റി അയക്കുന്നത്. Who do the will of God. ദൈവഹിതം നിറവേറ്റുവാൻ. Amen. ആമേൻ. Then you will know God. അപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയും. Amen. ആമേൻ. Let's go a little further, step by step. നമുക്ക് പടിപടിയായി അല്പം മുന്നോട്ട് പോകാം. Now we have committed ourselves to do God's will. ദൈവഹിതം നിറവേറ്റുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. Every one of us. നാം എല്ലാ ആളുകളും We have made a decision. We'll do the will of God. ദൈവഹിതം ചെയ്യും എന്ന് നാം തീരുമാനമെടുത്തിരിക്കുന്നു. So now the next question is, അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യമോ, what is the will of God? എന്താണ് ദൈവഹിതം? What is God's will for all of us? നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ ഹിതം എന്താകുന്നു? What is God's will? എന്താണ് ദൈവഹിതം? You know, for each one there is individual will. നമുക്ക് അറിയാമല്ലോ, ഓരോരുത്തർക്കും വ്യക്തിഗതമായ ദൈവഹിതം ഉണ്ട്. Some are called to be pastors. ചില ആളുകളെ പാസ്റ്റർമാരായി വിളിക്കപ്പെട്ടിരിക്കുന്നു, നേതാക്കന്മാരായി, prophets, പ്രവാചകന്മാരായി, evangelists, സുവിശേഷകന്മാരായി, so many things, helping ministry, സഹായിക്കുന്ന ശുശ്രൂഷ, caring ministry. കരുതുന്ന ശുശ്രൂഷ, അനേകം ശുശ്രൂഷകളിൽ Individually everyone has different calling. വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും തന്നെ വ്യത്യസ്തമായ വിളികൾ ഉണ്ട്. But what is the general will of God? What is in the heart of God for everybody? എന്നാൽ എല്ലാ ആളുകൾക്കുമുള്ള പൊതുവായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താകുന്നു? What is God's desire for all his children? What is his will? എന്താണ് ദൈവത്തിന് എല്ലാ മക്കൾക്കും വേണ്ടിയുള്ള പൊതുവായ ദൈവഹിതം? What is it? എന്താകുന്നു അത്? Listen very carefully. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. God has only one desire. ദൈവത്തിന് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, Only one will. ഒരു ഹിതം മാത്രമേ ഉള്ളൂ. And he is working everything towards the fulfillment of that will. ആ ഹിതത്തിന്റെ പൂർത്തീകരണത്തിനും നിറവേറ്റുന്നതിനും വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. What is his will? എന്താണ് ദൈവഹിതം? He wants all his beloved children to become like his begotten son. തന്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളും തന്റെ പുത്രീപുത്രന്മാരായി തീരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. All his beloved children to become like his begotten son. തന്റെ പുത്രന്മാരെല്ലാം തന്നെ ചേർന്ന് അവർ കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന പുത്രീപുത്രന്മാരായി തീരാൻ ആഗ്രഹിക്കുന്നു. Right? God's desire is ദൈവത്തിന്റെ ഹിതമോ that all his sons and daughters തന്റെ എല്ലാ പുത്രന്മാരും പുത്രിമാരും become like his begotten son Jesus Christ. യേശു കർത്താവിനെ പോലുള്ള ഏകപുത്രന്റെ അവസ്ഥയിലായി തീരുവാൻ ആഗ്രഹിക്കുന്നു. Amen. ആമേൻ. Hallelujah. Hallelujah. That all his children തന്റെ എല്ലാ പുത്രന്മാരും become like Jesus. യേശുവിനെ പോലെ ആകുവാൻ. That's all the Father wants. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Amen. ആമേൻ. Answer me, what is Father's desire? What is Father's will? എന്താകുന്ന പിതാവിന്റെ ആഗ്രഹം? എന്താകുന്ന പിതാവിന്റെ ഹിതം? All his children should become like ജീസസ്. Jesus. തന്റെ എല്ലാ പുത്രീപുത്രന്മാരും യേശുവിനെ പോലെ ആയി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. Amen. ആമേൻ. Once again, ഒരു പ്രാവശ്യം കൂടെ പറയാം. God desires all his children to become like ദൈവമോ തന്റെ എല്ലാ മക്കളും യേശുവിനെ പോലെ ആയി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. Amen. ആമേൻ. You have no idea. I have no idea. നിങ്ങൾക്ക് അത് പൂർണ്ണമായി അറിഞ്ഞുകൂടാ, എനിക്കത് പൂർണ്ണമായി അറിഞ്ഞുകൂടാ. How much Jesus pleases the Father. യേശു കർത്താവ് എത്രമാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു അറിഞ്ഞുകൂടാ. Jesus means the Father is so happy. യേശു കർത്താവിന്റെ സാന്നിധ്യം ദൈവത്തിന് വളരെയധികം സന്തോഷമുണ്ട്. Something happens in the Father's heart. പിതാവിന്റെ ഹൃദയത്തിൽ ഏതൊക്കെ സംഭവിക്കുന്നു. He is well pleased in Jesus. യേശുവിൽ ദൈവം സമ്പൂർണ്ണമായി പ്രസാദിക്കുന്നു. Amen. ആമേൻ. His desire is തന്റെ ആഗ്രഹം എന്തെന്നാൽ all his children should be like Jesus. തന്റെ എല്ലാ മക്കളും യേശുവിനെ പോലെ ആയി തീരണം. Amen. ആമേൻ. With one Jesus he is so happy. ഒരു യേശുവിനെ കൊണ്ട് ദൈവത്തിന് ഇത്ര സന്തോഷമെങ്കിൽ He said, I will create millions of Jesus. ദൈവം പറയുന്നതോ കോടാനുകോടി യേശുവിനെ ഞാൻ ഭൂമിയിൽ സൃഷ്ടിക്കും. Amen. ആമേൻ. Let it go into your mind and into your heart. അത് നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ മനസ്സുകളിലേക്കും പ്രവേശിക്കട്ടെ. That Father wants you to be like Jesus. പിതാവ് ആഗ്രഹിക്കുന്നതോ നാം യേശുവിനെ പോലെ ആയി തീരണം. Amen. ആമേൻ. God wants you to be like Jesus. ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നതോ യേശുവിനെ പോലെ നാം ആയി തീരണം.
Amen. Amen. Even in the midnight somebody wakes you up. അർദ്ധരാത്രിയിൽ നിങ്ങളെ ആരെങ്കിലും ഉണർത്തിയാൽ What is God's will for you? നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഹിതം എന്താകുന്നു? You must say to be like Jesus. നിങ്ങൾ പറയണം എനിക്ക് യേശുവിനെ പോലെ ആകണം. Amen. ആമേൻ. What is God's will for you? നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഹിതം എന്താകുന്നു? യേശുവിനെ പോലെ ആകണം. Okay. One more time. What is God's will for you? നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവഹിതം എന്താകുന്നു? Yes, like Jesus. യേശുവിനെ പോലെ ആകണം. You know, right now it may sound for you okay, just like Jesus. ഇപ്പോൾ നമുക്ക് വെറുതെ തോന്നിയേക്കാം യേശുവിനെ പോലെ ആകുകയോ? That's simple. അത് അത്ര But the moment you start knowing Jesus, എന്നാൽ യേശുവിനെ അധികമായി അറിയുവാൻ ആരംഭിക്കുന്ന നിമിഷം മുതൽ Jesus is so beautiful. യേശു ഇത്ര സുന്ദരൻ എങ്കിൽ, Amen. ആമേൻ, His nature is so beautiful. യേശുവിന്റെ സ്വഭാവം ഇത്ര വൈശിഷ്ട്യമെങ്കിൽ you will fall in love with him. യേശുവിനോട് നാം പ്രണയബദ്ധരായി തീരും. You want to be like him all the time. എല്ലായ്പ്പോഴും യേശുവിനെ പോലെ ആകുവാൻ നാം താല്പര്യം വെക്കും. The problem with church today is we don't know Jesus. എന്നാൽ സഭയ്ക്കുള്ള ഇന്നത്തെ പ്രശ്നം എന്തെന്നാൽ നമുക്ക് വാസ്തവത്തിൽ യഥാർത്ഥമായി യേശുവിനെ അറിഞ്ഞുകൂടാ. Oh, Jesus is so wonderful. യേശു വളരെ അത്ഭുതവാൻ തന്നെ, Beautiful. മനോഹരൻ തന്നെ, Altogether lovely. സമ്പൂർണ്ണമായി യേശു ലാവണ്യമുള്ളവൻ തന്നെ. We are caught up with the outward person of Jesus. യേശു കർത്താവിന്റെ പുറമെയുള്ള ആ പ്രകടഭാവത്തിൽ നാം ആശ്രയിക്കുന്നു. We want to cast out devils as Jesus cast out. യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയതുപോലെ ഭൂതങ്ങളെ പുറത്താക്കുവാൻ താല്പര്യമുണ്ട്. like Jesus. യേശുവിനെ പോലെ പ്രസംഗിക്കുവാൻ. All these things. ഈ സംഗതികളൊക്കെയും Miracles like Jesus. യേശുവിനെ പോലുള്ള അത്ഭുതങ്ങൾ, We want healings like Jesus. യേശു ചെയ്തതുപോലുള്ള രോഗശാന്തി. So we are copying the outward person of Jesus. യേശു ക്രിസ്തുവിന്റെ പുറമെയുള്ള ആളത്വത്തിന്റെ ഭാവങ്ങളെയൊക്കെ എന്ന് അനുധാവനം ചെയ്യുന്നു. Because കാരണം എന്ത്? we people have become very outward. നാം പുറമെയുള്ള കാര്യങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളായി From തീർന്നിരിക്കുന്നു. the fall, ആ വീഴ്ച മുഖാന്തരം man has become outward. മനുഷ്യനോ പുറമെയുള്ളത് ചിന്തിക്കുന്നവൻ മാത്രമായി We are തീർന്നിരിക്കുന്നു. not inward. നാം ആന്തരികമായ സംഗതികൾ You താല്പര്യപ്പെടുക്കുന്നില്ല. see, everything that happens in the meeting is outward. യോഗത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം പുറമെയുള്ളത് തന്നെ. Right? Lot of things happen outside. ധാരാളം സംഗതികൾ പുറമെ നടക്കുന്നു. Now we have 10 testimonies. നമുക്ക് 10 സാക്ഷ്യങ്ങളുണ്ട്. Hear the testimonies. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുവിൻ. All the mostly 9 testimonies or 10 testimonies മിക്കവാറും ആ 9 അല്ലെങ്കിൽ ആ 10 സാക്ഷ്യവും will be what God did for them outside. ദൈവം അവർക്ക് പുറമെ ബാഹ്യമായി എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളതിൽ ആശ്രയിച്ചിരിക്കും. Oh, I had shoulder pain, it is അയ്യോ, healed. എനിക്ക് മുതുകുവേദന ഉണ്ടായിരുന്നു, തോളുവേദന ഉണ്ടായിരുന്നു, ദൈവം സൗഖ്യമായി. It is healed. എനിക്ക് മുതുകുവേദന ഉണ്ടായിരുന്നു, സൗഖ്യമായി. The next person comes. അടുത്ത ആൾ കടന്നു വരും. I wanted one scooter, God gave me a scooter. എനിക്കൊരു സ്കൂട്ടർ വേണമായിരുന്നു, ദൈവം ഒരു സ്കൂട്ടർ തന്നു. Next person comes. അടുത്ത ആൾ വരും. We wanted house, God gave us house. ഞങ്ങൾക്കൊരു ഭവനം ആവശ്യമായിരുന്നു, ദൈവം ഭവനം Next തന്നു. testimony. അടുത്ത സാക്ഷ്യം, We wanted a good daughter-in-law, we got a good ഒരു daughter-in-law. നല്ല മരുമകൾ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു, നല്ല മരുമകളെ ദൈവം തന്നു. Right, next person, we wanted good job, we got good അടുത്ത ആൾ job. പറയും ഞങ്ങൾക്ക് നല്ലൊരു ഉദ്യോഗം വേണമായിരുന്നു, ദൈവം നല്ല ഉദ്യോഗം നൽകി. But very few people come എന്നാൽ ചിലർ മാത്രം കടന്നു വരും. and they say, അവർ പറയും, you know, I was very proud inside, എനിക്ക് ആന്തരികമായി അഹന്ത ഉണ്ടായിരുന്നു, but God broke my pride. എന്നാൽ എന്റെ അഹന്തയെ ദൈവം തകർത്തു. I would tell lot of lies. ഞാൻ ധാരാളം കളവ് പറയുമായിരുന്നു. God removed that spirit of lies. ആ കളവ് പറയുന്ന ദുഷ്ടാത്മാവിനെ ദൈവം It അകറ്റി. changed me inside. യേശു എന്നെ ആന്തരികമായി വ്യത്യാസപ്പെടുത്തി. Very few people tell about inside. ചില ആളുകൾ മാത്രമേ ആ ആന്തരിക അവസ്ഥയെക്കുറിച്ച് പറയുകയുള്ളൂ. And which is eternal? ഏതാണ് നിത്യമായത്? Is the eternal or inside eternal? അത് പുറമേയുള്ളതാണോ അകമേയുള്ളതാണോ നിത്യമായത്? So when we see Jesus also, അതുകൊണ്ട് നാം യേശുവിനെയും we കാണുമ്പോൾ see only outside of Jesus. യേശുവിന്റെ പുറമേയുള്ളത് മാത്രമേ നാം And we കാണുന്നുള്ളൂ. want to become like Jesus outside. എല്ലാ ആളുകളും യേശുവിനെ പുറമേയുള്ള അവസ്ഥയിൽ അനുധാവനം ചെയ്യാൻ If you ആഗ്രഹിക്കുന്നു. are clean inside, automatically you will be clean outside. ആന്തരികമായി നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ പുറമേയും വിശുദ്ധരായി തീരും. What we need to see is how is Jesus inside. നാം ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് യേശു ആന്തരിക അവസ്ഥയിൽ എങ്ങനെയായിരുന്നു. Today we need the revelation of Jesus Christ. ഇന്ന് നമുക്ക് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് ആവശ്യമായിരിക്കുന്നു. Who Jesus is inside. ആരാകുന്നു യേശു ആന്തരികമായ അവസ്ഥയിൽ When ആരാകുന്നു? we shall see him, we shall become like him. യേശുവിനെ നാം കാണുമ്പോൾ നാം യേശുവിനെ പോലെ For ആയിത്തീരും. we shall see him as he is. യേശു ആയിരിക്കുന്ന അവസ്ഥയിൽ നാം യേശുവിനെ കാണുമെങ്കിൽ Lift up your one hand നിങ്ങളുടെ ഒരു കരം ദയവായി ഉയർത്തുവീൻ. and ask the Father, പിതാവിനോട് ചോദിക്കുവീൻ, reveal Jesus to me. ദൈവമേ യേശുവിനെ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുവീൻ. Holy Spirit, പരിശുദ്ധാത്മാവേ, reveal Jesus to me. യേശുവിനെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. Who Jesus is inside. യേശു കർത്താവ് ആന്തരികമായി ആര് ആയിരിക്കുന്നുവോ
Reveal Jesus to me. ദൈവമേ യേശുവിനെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. Jesus is inside. യേശു ആന്തരികമായി ആരാകുന്നു? Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Oh, thank you, Jesus. യേശുവേ അങ്ങേക്ക് നന്ദി. Now listen. കേൾക്കുവിൻ. Okay, can you all together clap your hands? എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് കരങ്ങളടിക്കാമോ? Oh, thank you, Lord. Amen. ആമേൻ. Amen. Glory to God. ദൈവത്തിന് മഹത്വം. Glory to Jesus. ദൈവത്തിന് മഹത്വം. Answer this question. ഈ ചോദ്യത്തിന് ഉത്തരം പറയുവിൻ. Answer this question loudly. ഉച്ചത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുവിൻ. Which is the last book of the Bible? വേദപുസ്തകത്തിലെ അവസാന പുസ്തകം ഏതാകുന്നു? What is വെളിപ്പാട്. whose revelation? Yeah, what is it written? അതിൽ എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? Revelation of Jesus Christ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. Which is the last book? ഏതാകുന്നു അവസാനത്തെ പുസ്തകം? Revelation of യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. say that loudly. ഉച്ചത്തിൽ പറയാം. Revelation of ജീസസ് ക്രൈസ്റ്റ്. Now listen. ഇപ്പോൾ കേൾക്കുവിൻ. That is the last book അതാകുന്നു അവസാനത്തെ പുസ്തകം in the Bible. വേദപുസ്തകത്തിൽ. The last work God will do ദൈവം ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ പ്രവൃത്തി in ഏതാകുന്നു? His church. സഭയിൽ The last work God will do on the face of this earth. ഈ ഭൂമിയിൽ യേശു കർത്താവ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ പ്രവൃത്തി ഏതാകുന്നു? Revelation of Jesus Christ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. He's going to reveal Jesus to you. നിങ്ങൾക്ക് ദൈവം യേശുവിനെ വെളിപ്പെടുത്താൻ പോകുന്നു. The inside of Jesus is going to be revealed to you. യേശുക്രിസ്തുവിന്റെ ആന്തരിക അവസ്ഥ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്നു. Jesus is going to be unveiled. യേശു കർത്താവോ ഇതോ വെളിവാക്കപ്പെടുന്നു. You are going to know Jesus on the inside. Know the inside of Jesus. യേശുക്രിസ്തുവിന്റെ ആന്തരിക അവസ്ഥയെ നാം മനസ്സിലാക്കുവാൻ പോകുന്നു. Amen. ആമേൻ. I don't know whether you are catching this or not. നിങ്ങളിത് വാസ്തവമായി മനസ്സിലാക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. But I sense in my spirit. എന്നാൽ എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നത്. And I declare this. ഞാനിത് പ്രസ്താവിക്കുന്നു. The inside of Jesus will be revealed to this church. യേശു കർത്താവിന്റെ ആന്തരിക അവസ്ഥ ഈ സഭയ്ക്ക് വെളിവാക്കപ്പെടട്ടെ. The inside of Jesus will be revealed to this church. ഈ സഭയ്ക്ക് യേശുക്രിസ്തുവിന്റെ അന്തരാത്മാവ് വെളിപ്പെടട്ടെ. The inside of Jesus will be unveiled to this church. ഈ സഭയ്ക്ക് യേശുക്രിസ്തുവിന്റെ അന്തർഭാവം മനസ്സിലാക്കുവാൻ ഇടവരുത്തട്ടെ. Amen. Some of you are new, may not catch these things, but as God's servant, I am supposed to declare what God wants me to declare. നിങ്ങളിൽ ചിലർ ഇത് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ നിങ്ങൾ കഴിയുന്നില്ലെങ്കിലും ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാനത് പ്രസ്താവിക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നു. Amen. ആമേൻ. Jesus is going to be revealed. യേശു കർത്താവ് വെളിപ്പെടാൻ He is പോകുന്നു. going to be exposed. യേശു കർത്താവ് വെളിവാക്കപ്പെടുന്നു. Inside. ആന്തരികമായി. Who He is on the inside. ആര് യേശു കർത്താവ് ആന്തരികമായി ആര്? Amen. ആമേൻ. Now listen very carefully. ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. Who Jesus is on the inside, ആന്തരികമായി യേശു ആര് ആകുന്നുവോ He is going to come inside you. നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. It is going to come inside you. ആന്തരികമായി യേശു നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ പോകുന്നു. Oh, thank you, Jesus. യേശുവേ അങ്ങേക്ക് നന്ദി. Listen. കേൾക്കുവിൻ. The inside of Jesus is going to be revealed inside you. യേശു കർത്താവിന്റെ അന്തർഭാവം നമ്മുടെ അന്തരാത്മാവിൽ നാം മനസ്സിലാക്കാൻ പോകുന്നു, വെളിപ്പെടാൻ പോകുന്നു. Amen. ആമേൻ. What is inside of Jesus is going to fill inside you. യേശുക്രിസ്തുവിന്റെ ഉള്ളറകളിൽ എന്തുണ്ടോ അത് നമ്മുടെ ഉള്ളറകളിലേക്ക് പകരപ്പെടാൻ പോകുന്നു. Amen. ആമേൻ. There'll be people walking on the face of this earth
filled with Jesus inside. ആന്തരികമായി ഉള്ളിൽ യേശുവിനാൽ നിറയപ്പെട്ട ജനമായി നാം ഈ ഭൂമിയിൽ നടക്കുവാൻ ഇടയായി തീരും. Amen. ആമേൻ. Filled with Jesus. യേശുവിനാൽ നിറയപ്പെട്ടവർ. Amen. ആമേൻ. Filled with the nature of Jesus. യേശുവിന്റെ സ്വഭാവത്താൽ നിറയപ്പെട്ടവർ. Amen. ആമേൻ. Filled with the character of Jesus. യേശുവിന്റെ സ്വഭാവ സവിശേഷതകളാൽ നിറഞ്ഞവർ. You will be like Jesus on the inside. നിങ്ങൾ ആന്തരിക അവസ്ഥയിൽ യേശുവിനെ പോലെ ആയിത്തീരും. The Father will bring many sons into glory. പിതാവ് അനേകം മക്കളെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കും. The whole creation is waiting for the manifestation of the sons of God. ദൈവപുത്രന്മാരുടെ പ്രകടഭാവം കാണാൻ തക്കവണ്ണം ദൈവമിതാ ഉൾക്കാഴ്ചയോടെ കാത്തിരിക്കുന്നു. Amen. ആമേൻ. Christ will be revealed inside you. നിങ്ങളുടെ അന്തരാത്മാവിൽ ക്രിസ്തു വെളിപ്പെടും. Christ in you is the hope of glory. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ അത് മഹത്വത്തിന്റെ പ്രത്യാശ ആകുന്നു. Amen. ആമേൻ. Which Christ? ഏത് ക്രിസ്തു? That's what we are going to study today. അതാണ് ഈ ദിവസം നാം പഠിക്കാൻ പോകുന്നത്. Which Jesus? ഏത് യേശു? Who will be revealed inside you? നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾക്ക് We വെളിപ്പെടാനിരിക്കുന്നത്. need to know him. നാം യേശുവിനെ അറിയണം. Today there are many Jesus in the market. ഇന്ന് ഈ കച്ചവടത്തിൽ ഈ മാർക്കറ്റുകളിൽ ധാരാളം യേശുവിനെ നമുക്ക് ലഭ്യമാകുന്നു. Forgive me for using such kind of word. അത്തരത്തിലുള്ള വാക്കുകൾ അനുഭവിക്കുന്നതിനോട് ക്ഷമിക്കണമേ. But people preach all kind of Jesus. പലതരത്തിലുള്ള യേശുവിനെ ജനങ്ങൾ പ്രസംഗിക്കുന്നു. But let us see the Bible Jesus. എന്നാൽ വേദപുസ്തകത്തിലെ യേശുവിനെ നമുക്ക് ശ്രദ്ധിക്കാം. Amen. ആമേൻ. You know the Jesus of the Bible? നമുക്ക് വേദപുസ്തകത്തിലെ യേശുവിനെ അറിയുമോ? He is full of self-denial. യേശു കർത്താവ് വേദപുസ്തകത്തിലെ യേശുവോ തന്നെ ത്യജിക്കുന്ന യേശുവാകുന്നു. Amen. ആമേൻ. He is selfless Jesus. യേശു കർത്താവോ സ്വാർത്ഥതയില്ലാത്ത യേശു. Today believers are selfish believers. എന്നാൽ വിശ്വാസികൾ ഇന്ന് സ്വാർത്ഥതയുള്ള വിശ്വാസികളായിരിക്കുന്നു. Preachers are full of self. പ്രസംഗകർ പൂർണ്ണമായും സ്വാർത്ഥതയുള്ളവർ. Me, I want, me, my, I. ഞാൻ എൻ്റെ എനിക്ക് എന്ന് മാത്രം. നാന് എന്റെ എനിക്ക്. Yay! അതെ, അങ്ങനെ തന്നെ. ഞാൻ എൻ്റെ എനിക്ക്. That's all. Everything is me. അത് മാത്രം, എല്ലാം എനിക്ക് വേണ്ടി. No. It's not you. It is Jesus. അത് നിങ്ങളല്ല, അത് യേശുവാകുന്നു. Jesus was totally selfless. യേശു കർത്താവ് സമ്പൂർണ്ണമായി സ്വയം ത്യാഗത്താൽ ജീവിച്ചിരുന്നു. Self denial. തന്നെ ത്യജിച്ചു. Sacrifice. യാഗബലിയായി അർപ്പിക്കപ്പെട്ടു. Taking others' burden. മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമന്നു. Very meek, very humble. വളരെയധികം താഴ്മയുള്ളവനായിരുന്നു യേശു Very കർത്താവ്. merciful. വളരെ കൃപാലുവായിരുന്നു. That is Jesus we want. അങ്ങനെ ഉള്ള യേശുവിനെ നമുക്ക് വേണം. Amen. ആമേൻ. Amen. ആമേൻ. That is the Jesus. ആ യേശു. Amen. ആമേൻ. Don't copy the Western style preaching. പാശ്ചാത്യ നാടുകളിലെ ആ തരത്തിലെ പ്രസംഗത്തെ നാം അനുധാവനം ചെയ്യരുത്. Western gospel. ആ പാശ്ചാത്യ സുവിശേഷം. No. Where there is no sacrifice. ഇല്ലില്ല, അവിടെ ത്യാഗമില്ല. Where there is no self denial. അവിടെ സ്വയ ത്യാഗമില്ല. Any life that has no self denial, no sacrifice is not Jesus life. സ്വാർത്ഥതയെ വെടിയാത്ത, സ്വയം ത്യാഗം ചെയ്യാത്തതായിട്ടുള്ള ഏതൊരു പ്രസംഗവും അത് യേശുവില്ലാത്തത് ആകുന്നു. Now we are not against Western preachers. പാശ്ചാത്യ നാട്ടിൽ നിന്ന് പ്രസംഗിക്കുന്നവരുടെ എതിരല്ല നാം. What I'm trying to say. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, Any gospel ഏത് സുവിശേഷവും that has no cross കുരിശ് ഇല്ലാത്ത സുവിശേഷം is not the real gospel. അത് വാസ്തവത്തിലെ സുവിശേഷം അല്ല. Amen. ആമേൻ. Any Jesus ഏത് യേശുവും which has no cross ക്രൂശില്ലാത്ത യേശു is not the real Jesus. അത് യഥാർത്ഥ യേശു അല്ല. We are called by Jesus നാം യേശുവിനാൽ to വിളിക്കപ്പെട്ടിരിക്കുന്നു. deny ourselves, നമ്മെ തന്നെ ത്യജിക്കുവാൻ, to take up the cross കുരിശ് എടുക്കുവാൻ, and to follow him യേശുവിനെ അനുഗമിക്കുവാൻ every day. എല്ലാ ദിവസവും. That is our mandate. അതാണ് നമ്മുടെ That is our Christian life. അതാണ് ക്രിസ്തീയ ജീവിതം. Amen. ആമേൻ. That is the lifestyle we want. ആ തരത്തിലെ ജീവിതശൈലി നമുക്ക് We ആവശ്യമുണ്ട്. want to be like Jesus. നമുക്ക് യേശുവിനെ പോലെ ആയിത്തീരണം. Amen. Amen. Can you lift up your hand and say praise the Lord? കരങ്ങൾ ഉയർത്തി പറയാമോ? പ്രൈസ് ദി ലോർഡ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So we will see today അതുകൊണ്ട് ഈ നാളിൽ നാം കാണുന്നത്, how is Jesus on the inside. ആന്തരികമായി യേശു ആരാകുന്നു. Is that okay? അത് ശരിയോ? Today we'll see something about Jesus. യേശുവിനെ കുറിച്ച് ചില സംഗതികൾ How നമുക്ക് ഇന്ന് Jesus പഠിക്കാം. is on the inside. ആന്തരികമായി യേശു ആര്, So that we will become like him. അത് മുഖാന്തരമായി നാം യേശുവിനെ പോലെ ആയിത്തീരും. Amen. ആമേൻ. Before that, അതിനു മുൻപ് we will stand up. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Okay. Right.
Keep your books and Bibles one side. വേദപുസ്തകവും നിങ്ങളുടെ Lift up ഉപകരണങ്ങളും your both hands. ഇരുകരങ്ങളെ ഉയർത്താം. Go on your toes. നിങ്ങളുടെ വിരലുകളിലെ ചവിട്ടി മുഴങ്കാലിൽ നിൽക്കാം. Again down. വീണ്ടും കാല Again on അമർത്താം. your toes. Again down. Again on your toes. Again down. A little left. A little right. Some people thought what I'm doing is spiritual, lift up hands. No. ചില ആളുകൾ വിചാരിച്ചു ഞാൻ ചെയ്യുന്നതൊക്കെ ആത്മീകമാണ്. അങ്ങനെയല്ല. Come on, go on your toes again. വീണ്ടും നമുക്ക് Again on your toes. Down. A little left. Yes, bend your legs because I know. കാലുകളൊക്കെ ഒന്ന് മടക്കി. Let blood flow in your legs. അതെ, രക്തപ്രവാഹമൊക്കെ കാലുകളിൽ ഉണ്ടാകട്ടെ. You are okay? Okay, let blood flow in your legs. നിങ്ങളുടെ കാലുകളിൽ രക്തപ്രവാഹം ഉണ്ടാകട്ടെ. Give one high five to your neighbor. നിങ്ങളുടെ അടുക്കിലേക്ക് ഒരു ഹൈഫൈ ഒക്കെ കൊടുക്കാം. On the hand, not on the cheek. ചെകിട്ടിൽ വേണ്ട, കരങ്ങളിൽ മതി. High five one more to another person. മറ്റൊരാളോട് ഒന്ന് ഹൈഫൈ പറഞ്ഞേ. Amen. Hallelujah. 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 Amen. Amen. Before you sit down, നിങ്ങൾ ഇരിക്കുന്നതിന് മുൻപ് tell Jesus, യേശുവിനോട് പറയുവിൻ, Lord, I want to know you, Lord. കർത്താവേ, അങ്ങേ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. I don't know you, Lord. എനിക്ക് അങ്ങേ അറിഞ്ഞുകൂടാ. I know you but not really well. എനിക്ക് അങ്ങേ അറിയാം, പക്ഷേ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ കർത്താവേ. I want to know you, Lord. യേശുവേ, അങ്ങേ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. Not outside, you are not your power. പുറമേയല്ല കർത്താവേ, അങ്ങയുടെ ശക്തിയൊന്നുമല്ല. I want to know who you are on the inside. കർത്താവേ, ആന്തരികമായ അങ്ങ് ആര് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. How you please the Father. അങ്ങ് പിതാവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുന്നു എന്ന് എനിക്കറിയണം. How you did the will of the Father. പിതാവിന്റെ ഹിതം അങ്ങ് എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയണം. I want to know you, Jesus. യേശുവേ, എനിക്ക് അങ്ങയെ അറിയണം. Show me who you really are. കർത്താവേ, അങ്ങ് വാസ്തവത്തിൽ ആര് എന്ന് എനിക്ക് വെളിപ്പെടുത്തണമേ. Pray, tell God, talk to നിങ്ങൾ him. കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ, പറയുവിൻ, കർത്താവിനോട് പറയുവിൻ, വായ തുറന്ന് പറയുവിൻ. Talk to him. യേശുവിനോട് സംസാരിക്കുവിൻ. This is a very important prayer. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാകുന്നു. Oh, thank you, Jesus. Thank you. Amen. ആമേൻ. You may be seated. ദയവായി ഇരിക്കുവിൻ. Now, if we start studying about who Jesus is on the inside, യേശു കർത്താവ് ആര് എന്ന ആന്തരികമായ യേശുവിനെ എന്ന് അറിയാൻ നാം പഠനം തുടങ്ങിയാൽ even eternity is not sufficient. അത് നിത്യതയോളമുള്ള സമയം നമുക്ക് മതിയായത് അല്ല. Even 10,000 years from now, we will be knowing Jesus. എന്ന് തുടങ്ങി 10,000 വർഷങ്ങൾ നാം ശ്രമിച്ചാലും അത് മതിയാവില്ല. Whatever little study God gave to me, എനിക്ക് ദൈവം നൽകിയ അല്പം ഇതിലെ ഉപദേശം, if we study that, then we have to be here at least for 7 days. അങ്ങനെ ഉള്ളത് പഠിക്കാൻ തുടങ്ങിയാലും ഇവിടെ ഒരു 7 ദിവസം നാം ഇരിക്കേണ്ടി വരും. But we'll try to see in this next 1 hour. എന്നാൽ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ നാം അത് ഒന്ന് ശ്രമിക്കാം. I will tell you about one of the characters of Jesus. യേശുക്രിസ്തുവിന്റെ ഒരു സവിശേഷതയെക്കുറിച്ച് ഞാൻ പറയാം. Okay? One, how is Jesus on the inside? യേശു കർത്താവ് ആന്തരികമായി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന ഒരു സംഗതി. Just one thing I will tell you. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പങ്കിടാം. Next little 1 hour's time. അടുത്ത 1 മണിക്കൂർ നേരത്തിനുള്ളിൽ ഞാനത് പൂർത്തീകരിക്കാം. Is that okay? അത് മതിയോ? Amen. ആമേൻ. The first quality of Jesus. യേശുവിന്റെ ഒന്നാമത്തെ സവിശേഷത. The first character of Jesus. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ സ്വഭാവ സവിശേഷത. The first thing. ഒന്നാമത്തെ സംഗതി.
He said, യേശു പറഞ്ഞു, the son can do nothing of himself. പുത്രന് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. What I see my father doing, that's what I do. എന്റെ പിതാവ് ചെയ്യുന്നതായി ഞാൻ എന്ത് കാണുന്നുവോ അത് തന്നെ ഞാൻ ചെയ്യുന്നു. That means Jesus was saying, അതിന്റെ അർത്ഥം യേശു പറയുന്നത്, I am nothing in myself. ഞാൻ എൻ്റെ സ്വയത്തിൽ ഒന്നുമല്ല. I depend totally on the Father. ഞാൻ സമ്പൂർണ്ണമായി പിതാവിൽ ആശ്രയം വെച്ചിരിക്കുന്നു. This is one of the most beautiful nature of Jesus. യേശുക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതയിൽ വളരെ മനോഹാരിതയുള്ള ഒരു സവിശേഷത ഇതാകുന്നു. Look here everybody. എല്ലാവരും ഇവിടേക്ക് നോക്കണമേ. The Father is seated on the throne. പിതാവ് സിംഹാസനസ്ഥനായി ഇരിക്കുമ്പോൾ and he puts everything in Jesus. എല്ലാ സംഗതികളും കർത്താവിൽ സമർപ്പിക്കുന്നു. Everything, all that I have put it in Jesus. എല്ലാ സംഗതികളും പിതാവ് പറയുന്നതോ ഞാൻ യേശുവിൽ അർപ്പിച്ചിരിക്കുന്നു. And Jesus, knowing God the Father has given everything to him, പിതാവായ ദൈവം തനിക്ക് എല്ലാം നൽകിയിരിക്കുന്നെന്ന് യേശു പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കെ he says, യേശു പറയുന്നു, I can do nothing. എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. He turns, looks to the Father. യേശു കർത്താവ് അതിന് പകരം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. What I see him doing, that's what I do. പിതാവ് എന്ത് ചെയ്യുന്നതായി ഞാൻ കാണുന്നുവോ അത് ഞാൻ ചെയ്യുന്നു. What I hear him speak, that's what I speak. പിതാവ് എന്ത് സംസാരിക്കുന്നുവോ ഞാൻ കേൾക്കുന്നുവോ അത് ഞാൻ സംസാരിക്കുന്നു. I will not do anything of my own. ഞാൻ എൻ്റെ സ്വയമായി ഒന്നും ചെയ്യുകയില്ല. In my own I am nothing. ഞാൻ സ്വയമായി ചിന്തിക്കുമ്പോൾ ഞാൻ എന്നിൽ ഒന്നുമല്ല. The most beautiful thing that anybody can possess is nothingness of self. ഏത് മനുഷ്യനും ഏറ്റവും മനോഹരമായി തനിക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിവുള്ളത് എന്തെന്ന് ചിന്തിച്ചാൽ തൻ്റെ സ്വയത്തിൻ്റെ ഒന്നുമില്ലായ്മ. You know what attracted me, Pastor Tinu, today? പാസ്റ്റർ ടിനുവും എന്നെ ഏറ്റവും ആകർഷിച്ച സംഗതി എന്തെന്ന് അറിയുമോ? I have gone to many places. ഞാൻ അനേകം സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നു. Big churches and small churches. വലിയ സഭകളിലും ചെറിയ സഭകളിലും. But today, Pastor Tinu, when he took me in the room, എന്നാൽ പാസ്റ്റർ ടിനു എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയപ്പോൾ he said, brother, we have nothing. അദ്ദേഹം പറഞ്ഞു, സഹോദര, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. He told that with his mouth. തൻ്റെ നാവ് കൊണ്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. Here, there's a congregation of 4,000 members. ഇവിടെ ഈ സഭയിൽ സഭാ അംഗങ്ങളായി 4000 ആളുകൾ. God is using him mightily. ദൈവം അദ്ദേഹത്തെ ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. He said, brother, അദ്ദേഹം പറഞ്ഞു, സഹോദര, we have nothing. ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. And you don't know, my heart rejoiced. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഹൃദയം അതീവമായി ഞാൻ സന്തോഷിച്ചു. I looked to my wife. ഞാൻ എൻ്റെ ഭാര്യയിലേക്ക് നോക്കി. You don't know how happy my heart was. എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ എന്തുമാത്രം സന്തോഷിക്കും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. That is the vessel God is looking for. അതാണ് അത്തരത്തിലുള്ള മാനപാത്രത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. You know what is my prayer? എൻ്റെ പ്രാർത്ഥന എന്തെന്ന് നിങ്ങൾക്കറിയാം. Pastor Tinu, പാസ്റ്റർ ടിനുവിനുള്ള പ്രാർത്ഥന, associate pastor, അസോസിയേറ്റ് പാസ്റ്റർ, and for all you നിങ്ങൾക്കെല്ലാ leaders, നേതാക്കന്മാർക്കും വേണ്ടി, that you will always stay in the state of nothingness. നിങ്ങളെല്ലാവരും ആ ശൂന്യതയുടെ അവസ്ഥയിൽ, ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ എല്ലായ്പ്പോഴും നിലകൊള്ളണം എന്നാകുന്നു. God will do great things through this church. ഈ സഭയിലുള്ള ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും, Mighty things. തലമുറകളായി. Now listen. നിങ്ങൾ കേൾക്കുവിൻ. Whether he does it or not, what difference it makes? ദൈവം അത് ചെയ്താലും ഇല്ലെങ്കിലും അതെന്താ വ്യത്യാസം? But we will always be nothing before God. എന്നാൽ നാമോ എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ ആയിരിക്കും. That is the safest place. അതാകുന്നു ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം, The best place. ഏറ്റവും മെച്ചമായ സ്ഥാനം. Today preachers come up like this. ഇപ്പൊ ഇക്കാലങ്ങളിൽ പ്രസംഗർ വേഗത്തിൽ ഇങ്ങനെ ഉയർന്നു വരും. Pastors come up like this. പാസ്റ്റർമാർ വേഗത്തിൽ ഉയർന്നു വരും. Ministries come up like this. ശുശ്രൂഷകൾ ഉയരത്തിൽ ഉയർന്നു വരും. Afterwards nobody can talk to them. പിന്നെ അതിനുശേഷമോ ആർക്കും അവരോട് സംസാരിക്കുവാൻ Nobody കഴിയില്ല. can correct them. അവരെ പിന്നെ ആർക്കും തിരുത്തുവാൻ കഴിയില്ല. Oh, you know, everybody is on the top. പിന്നെ ഉണ്ടല്ലോ അവരെല്ലാം പിന്നെ ഉന്നത തലങ്ങളിൽ. I know so many leaders. The moment you tell them elders in the church, leaders in the church, they think they are something. അനേകം ആളുകൾ എനിക്കറിയാം, സഭയിലെ മൂപ്പന്മാർ, സഭയിലെ നേതാക്കന്മാർ എന്നവരെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞാൽ പിന്നെ അവർക്ക് അത് ഇഷ്ടമല്ല.
if I want to give you a certificate after this 2 days conference, ഇന്നത്തെ കോൺഫറൻസിന്റെ പിന്നാലെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകാൻ I ആഗ്രഹിക്കുന്നുവെങ്കിൽ want to give that certificate. You are nothing. നിങ്ങൾ ഒന്നുമില്ലാത്തവർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. Amen. ആമേൻ. Ask God to make you that. ദൈവം നിങ്ങളെ ആ അവസ്ഥയിൽ ആക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുവിൻ. Lord, make me nothing. കർത്താവേ, എന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കണമേ. Please bring me down, Lord. കർത്താവേ, എന്നെ താഴേക്ക് ഇറക്കണമേ. Oh Lord, bring me down, Lord. കർത്താവേ, എന്നെ താഴേക്ക് ഇറക്കണമേ. Teach me what it is to be nothing, Lord. കർത്താവേ, ഒന്നുമില്ലായ്മയുടെ അവസ്ഥ എന്തെന്ന് എന്നെ പഠിപ്പിക്കണമേ. Everybody wants to become something. എല്ലാ ആളുകൾക്കും ഏതോ ഒക്കെ ആയി തീരണം. But teach me to become nothing. എന്നാൽ കർത്താവേ, എന്നെ ഒന്നുമില്ലായ്മ എന്തെന്ന് പഠിപ്പിക്കണമേ. Do you know something? നിങ്ങൾക്ക് ഒരു സംഗതി അറിയുമോ? God used nothing to create the entire world. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കർത്താവ് സർവ്വ ലോകത്തെയും സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? Amen. ആമേൻ. If you become nothing, God will use you. നിങ്ങൾ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിലായി തീർന്നാൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. Because God uses nothing. കാരണം എന്താ? ദൈവം ഒന്നുമില്ലായ്മയെ ഉപയോഗിക്കുന്നു. When Jesus came from heaven, യേശു കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ he became nothing. യേശു He ഒന്നുമില്ലായ്മയിലെത്തി. left all the glory എല്ലാ മഹത്വവും വെടിഞ്ഞു. and he became nothing. യേശു ഒന്നുമില്ലായ്മയിലായി. And what he said? പിന്നെന്ത് പറഞ്ഞു? I come to do thy will, O God. ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞാൻ വന്നിരിക്കുന്നു. Only when you become nothing, you can do the will of God. നിങ്ങൾ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിലാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ദൈവഹിതം നിറവേറ്റുവാൻ കഴിയുകയുള്ളൂ. Amen. ആമേൻ. People don't preach these things today. ഇന്ന് ഇക്കാലത്ത് ആളുകൾ ഈ കാര്യങ്ങൾ പ്രസംഗിക്കുന്നില്ല. You followed? നിങ്ങൾ മനസ്സിലാക്കിയോ? But early days, എന്നാൽ ആദ്യകാലങ്ങളിൽ people would preach this. ആളുകൾ ഇത് പ്രസംഗിക്കുമായിരുന്നു. 50 years back, 50 വർഷക്കാലത്തിന് 100 years back, 100 വർഷങ്ങൾക്ക് മുൻപ് you are nothing. നിങ്ങൾ I ഒന്നുമില്ലാത്തവൻ, am nothing. ഞാൻ ഒന്നുമില്ലാത്തവൻ. And those people led a holy life. ആ ആളുകളൊക്കെയും വിശുദ്ധ ജീവിതം നയിച്ചു. And they did the will of God. അവർ ദൈവഹിതം നിറവേറ്റി. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Shout and say, I am nothing. നമുക്ക് ഉച്ചത്തിൽ പറയാം, ഞാൻ ഒന്നുമില്ലാത്തവൻ. Okay, first in English. ഒന്നാമതായി ഇംഗ്ലീഷിൽ പറയാം. I am nothing. I am nothing. I have nothing. എനിക്കൊന്നും, I can do nothing. I can do nothing. I know nothing. I know nothing. I am nothing. I have nothing. I have nothing. I can do nothing. I can do nothing. I know nothing. I know nothing. Only Christ and Him crucified. Only Christ and Him crucified. Amen. Amen. Hallelujah. Hallelujah. In Malayalam, I am nothing. ഞാൻ ഒന്നുമില്ലാത്തവൻ. പറയാം, നമുക്ക് ഒരുമിച്ച് പറയാം. ഞാൻ ഒന്നുമില്ലാത്തവൻ. I have nothing. എൻ്റെ പക്കൽ ഒന്നുമില്ല. I can do nothing. എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. I know nothing. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. I know only Jesus, എനിക്ക് യേശുവിനെ മാത്രമേ അറിയൂ. the crucified one. ക്രൂശിക്കപ്പെട്ട യേശുവിനെ മാത്രം അറിയാം. Amen. ആമേൻ. Oh, blessed be the name of Jesus. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. Even before I take you further in this message, ഈ സന്ദേശത്തിൽ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ I want to bring a balance here. ഇവിടെ സന്തുലിത അവസ്ഥ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Okay? മനസ്സിലാക്കിയോ? Because കാരണം എന്ത്? there is one teaching ഒരു ഉപദേശമുള്ളത് that says, അത് പറയുന്നത്, I am more than a conqueror. ഞാൻ ഇതാ ജയാളിയായി തീർന്നിരിക്കുന്നു. I can do all things through Christ. ക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. You say that is faith teaching. അത് വിശ്വാസത്തിന്റെ ഒരു ഉപദേശം. I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. I am the salt of the earth. ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു. And that's also in the Bible. അതും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. That is also correct. അതും ശരിയാണ്. Correct? അത് ശരിയല്ലേ? See, that is also there. അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. So how do we balance this? അങ്ങനെയെങ്കിൽ ഇതിനെ എങ്ങനെ സന്തുലിത അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കും? Brother, I have heard lot of faith teaching. അയ്യോ സഹോദരാ, ഞാൻ വിശ്വാസ ഉപദേശം ധാരാളം All കേട്ടിട്ടുണ്ട്. the time, confess God's word. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വചനം ഏറ്റുപറഞ്ഞ് മുന്നേറുക. Every day morning I say, I am more than a conqueror. എല്ലാ ദിവസവും എഴുന്നേറ്റ് പറയും, ഞാൻ ജയാളിക്കുമേൽ ജയാളിയാകുന്നു. I can do all things through Christ. ക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും.
But today you are saying, I am nothing. എന്നാൽ ഇന്ന് ഉപദേശി താങ്കൾ പറയുന്നു ഞാൻ ഒന്നുമില്ലാത്തവൻ, I can do nothing. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, I have nothing. എന്റെ പക്കൽ ഒന്നുമില്ല. So which one I should follow, brother? അതുകൊണ്ട് സഹോദരാ, ഇതിൽ ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? I am torn between these two things. ഈ രണ്ട് സംഗതികൾക്ക് മധ്യേ ഞാൻ പിച്ച് ചീന്തപ്പെട്ടിരിക്കുന്നു. No, you don't have to be torn between those two things. ഇല്ലില്ല, ഈ രണ്ട് സംഗതികൾക്ക് മധ്യേ പിച്ച് ചീന്തേണ്ട കാര്യമില്ല. In Christ there is balance. ക്രിസ്തുവിൽ നമുക്ക് സന്തുലിതയുണ്ട്. Amen. ആമേൻ. In Christ there is balance. ക്രിസ്തുവിൽ നമുക്ക് സന്തുലിത ഉണ്ട്. So we will study that balance. അതുകൊണ്ട് ആ സന്തുലിത അവസ്ഥ നാം പഠിക്കും. Before we go further. നാം മുന്നിലേക്ക് പോകുന്നതിന് മുന്നായി, Do you want to know this or don't? ഇത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? Or shall we skip this? അതോ ഇത് വിട്ട് മുന്നോട്ട് പോകാമോ? Venda. Okay, right? Yeah, we all want to know this balance. ഈ ഒരു സന്തുലിത ഭാവം നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. Now listen. ഇപ്പോൾ കേൾക്കുവിൻ. When God created Adam, ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ he created Adam in his own image and in his own likeness. ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് തന്റെ സ്വന്തം സ്വരൂപത്തിലും തന്റെ സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. Image, likeness. അവിടെ സ്വരൂപമുണ്ട്, സാദൃശ്യമുണ്ട്. Image means copy, likeness means original. സ്വരൂപം എന്നത് അത് പകർത്തുക, സാദൃശ്യം എന്നത് അത് യഥാർത്ഥമായത്. Got it? മനസ്സിലായോ? Image means shadow, image means copy. അത് സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് പകർത്തുന്നു, അല്ലെങ്കിൽ അതിന് നിഴൽ എന്ന് അർത്ഥം. Likeness means original. എന്നാൽ അതിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണരൂപം, അത് വാസ്തവത്തിലുള്ളത്. That means you are a copy, at the same time you are an original. അതിന്റെ അർത്ഥം എന്തെന്നാൽ നിങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങൾ പകർത്തപ്പെട്ടിരിക്കുന്നു, മറുഭാഗത്തോ നിങ്ങൾ യഥാർത്ഥ ഭാവത്തിൽ ആയിരിക്കുന്നു. So as a copy you are nothing. You are nothing. അതുകൊണ്ട് പകർത്തപ്പെട്ട ആ ഭാവത്തിൽ നിങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. But as original you are more than conqueror. എന്നാൽ സാദൃശ്യത്തിന്റെ ആ ഭാവത്തിൽ എത്തുമ്പോഴോ നിങ്ങൾ ജയാളികൾക്ക് മേൽ ജയാളി ആയി തീർന്നിരിക്കുന്നു. In your own self you are nothing. നിങ്ങളുടെ സ്വന്തം സ്വയത്തിൽ നിങ്ങൾ ഒന്നുമില്ലാത്തവർ. But through Christ you are more than conqueror. എന്നാൽ ക്രിസ്തു മുഖാന്തരമോ നിങ്ങൾ ജയത്തിന്മേൽ ജയാളികൾ ആകുന്നു. Amen. ആമേൻ. In your own self you have nothing. നിങ്ങളുടെ സ്വന്തം സ്വയത്തിൽ നിങ്ങൾ ഒന്നുമില്ലാത്തവർ. But through Jesus എന്നാൽ യേശു മുഖാന്തരം you have everything. നിങ്ങൾക്കെല്ലാം ഉണ്ട്. Amen. ആമേൻ. In your own self you are nothing. നിങ്ങളുടെ സ്വയത്തിൽ നിങ്ങൾ ഒന്നുമില്ലാത്തവർ. You know nothing. നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. You can do nothing. നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. But in Christ എന്നാൽ ക്രിസ്തുവിലോ you are a new creature. നിങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നു. Hallelujah. 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 For example, ഉദാഹരണമായി, look here everybody. നിങ്ങൾ എല്ലാവരും എന്നെ നോക്കണമേ. ആദാം before the Father, പിതാവിന്റെ മുന്നിൽ, before God, ദൈവത്തിന്റെ മുന്നിൽ he is nothing. അവൻ ഒന്നുമില്ലാത്തവൻ. As a son, ഒരു പുത്രൻ എന്ന Father, നിലയിൽ, I am nothing. പിതാവേ ഞാൻ I ഒന്നുമില്ലാത്തവൻ, depend on you. ഞാൻ അങ്ങയിൽ തന്നെ ആശ്രയിക്കുന്നു. As a son, ഒരു പുത്രൻ എന്ന he is നിലയ്ക്ക് nothing before the Father. പിതാവിന്റെ മുന്നിൽ അവൻ But on ഒന്നുമില്ലായ്മയിൽ. the other hand, എന്നാൽ മറുഭാഗത്തോ to the world, ലോകത്തിന് മധ്യേ he represents the Father. പിതാവിനെ അവൻ പ്രതിനിധാനം ചെയ്യുന്നു. Amen. ആമേൻ. He is king. അവൻ രാജാവാകുന്നു. He is called to rule അവൻ വാഴുവാൻ on വിളിക്കപ്പെട്ടിരിക്കുന്നു behalf of the Father. പിതാവിന്റെ സ്വരൂപത്തിൽ. Amen. ആമേൻ. Before the Father, പിതാവിന്റെ മുന്നിൽ I am nothing. ഞാൻ ഒന്നുമില്ലാത്തവൻ. I depend on him. ഞാൻ ദൈവത്തിൽ But ആശ്രയിക്കുന്നു. when I represent the Father, എന്നാൽ പിതാവിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ peace, be still, Jesus said. യേശു പറഞ്ഞു, ശാന്തമാക, അടങ്ങുക. And the whole sea became quiet. ആ സമുദ്രം ആഗമനമായി ശാന്തമായി. Amen. ആമേൻ. Before the Father, പിതാവിന്റെ മുന്നിലോ Jesus said the Son can do nothing. യേശു പറഞ്ഞു, പിതാവേ അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. What I see my Father doing, that's what I do. എന്റെ പിതാവ് എന്ത് ചെയ്യുന്നത് കാണുന്നോ അത് ഞാൻ ചെയ്യുന്നു. But same Jesus, അതേ യേശു എന്നാൽ when he came to the devil, സാത്താന് മുന്നിൽ വന്നപ്പോൾ he said, out. യേശു പറഞ്ഞു, എന്നെ വിട്ടുപോക. When he looked at sickness, disease, be gone, be healed. രോഗത്തെ കണ്ടപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, സൗഖ്യമാകാം. He ruled and reigned. യേശു കർത്താവ് അവിടെ വാഴുന്നു, അവിടെ ഭരിക്കുന്നു. Amen. ആമേൻ. So listen. അതുകൊണ്ട് ശ്രദ്ധിപ്പേൻ, Before God, ദൈവസന്നിധിയിൽ you are nothing. നിങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. Amen. ആമേൻ. But when you represent God, എന്നാൽ നിങ്ങൾ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ you have authority. നിങ്ങൾക്ക് അധികാരമുണ്ട്. Amen. ആമേൻ. You will rule and reign through Christ Jesus. ക്രിസ്തു മുഖാന്തരം നിങ്ങൾ വാഴും, നിങ്ങൾ ഭരിക്കുകയും ചെയ്യും. Amen. ആമേൻ. But the problem with people is, എന്നാൽ ആളുകൾക്കുള്ള പ്രശ്നം എന്തെന്നാൽ, when they come to the devil, അവർ സാത്താന്റെ മുന്നിൽ വരുമ്പോൾ, when it comes to ruling, അവിടെ വാഴേണ്ട സമയം വരുമ്പോൾ, they say, oh, I am nothing. അയ്യോ ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ.
Here where they have to exercise authority in front of sickness and disease, they say I am nothing. രോഗത്തിന് മുന്നിലും അധികാരം എടുക്കേണ്ട സ്ഥാനമാകുമ്പോൾ അവർ അയ്യോ ഒന്നുമില്ല എന്ന് And പറഞ്ഞു when they പോകുന്നു. have to go to the Father, depend on the Father, there they will say, God, you know who I am. എന്നാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി ദൈവത്തിൽ ആശ്രമിക്കേണ്ട മേഖല എത്തുമ്പോൾ അവർ പറയും, ദൈവമേ അങ്ങക്ക് അറിയുമോ ഞാൻ ആരെന്ന്? I am your child. ഞാൻ അങ്ങയുടെ പൈതലാകുന്നു. You have chosen me. അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. As if he doesn't know that. അത് ദൈവത്തിന് അറിഞ്ഞുകൂടാത്തതുപോലെ. Some people give good lecture to God. ചില ആളുകളൊക്കെയും ദൈവത്തോട് ചില പ്രഭാഷണങ്ങൾ നടത്തുന്നു. Yeah, some people give lot of information to God. ചില ആളുകളൊക്കെയും ദൈവത്തിന് ചില വിവരങ്ങളൊക്കെയും നൽകുന്നു. Lord, 250 people, 300 are coming in the leadership camp. കർത്താവേ 250-300 ആളുകളൊക്കെയും നേതൃത്വ പരിശീലന കളരിയിലേക്ക് വരികയാണ്. God says, I know that. I am only sending them. Why you are telling me all the ദൈവം numbers? പറയുന്ന ഇപ്രകാരമാണ്, അതെല്ലാം എനിക്കറിയാം, ഞാനല്ലേ അവരെ അവിടേക്ക് പറഞ്ഞയച്ചത്. We miss this thing. നാം ഇത് തമ്മിൽ ഇത് കൂട്ടിക്കുഴയ്ക്കുന്നു. Are you listening? നിങ്ങൾ കേൾക്കുന്നുവോ? Listen. കേൾക്കുവിൻ. When you come to God, ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ you are nothing. നിങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. Amen. ആമേൻ. When you come to the world and to the devil, നിങ്ങൾ ലോകത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ സാത്താന് മുന്നിൽ വരുമ്പോൾ, you are a son of God. നിങ്ങൾ ദൈവപുത്രനാകുന്നു. Amen. ആമേൻ. You will rule and reign through Christ Jesus. ക്രിസ്തു മുഖാന്തരമായി നിങ്ങൾ വാഴും, നിങ്ങൾ ഭരിക്കുകയും ചെയ്യും. Amen. ആമേൻ. But again I want to tell you, എന്നാൽ വീണ്ടും ഞാൻ പറയട്ടെ, when you come to God, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ you are depending on him. നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വെക്കുന്നു. Amen. ആമേൻ. But at the same time, എന്നാൽ അതോടൊപ്പം when you come to the people who have the image of God, ദൈവത്തിന്റെ സാദൃശ്യമുള്ള ആളുകളുടെ മുന്നിലേക്ക് നിങ്ങൾ വരുമ്പോൾ, you are still nothing. നിങ്ങൾ അപ്പോഴും നിങ്ങൾ ഒന്നുമില്ലാത്തവർ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. You know, one day ഒരു നാളിൽ we were sitting with Brother Dinakaran, ഞങ്ങൾ സഹോദരൻ ദിനകരനോട് ചേർന്ന് ഇരിക്കുകയായിരുന്നു. just talking few things. ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. Two young preachers from America came. അമേരിക്കയിൽ നിന്നുള്ള 2 യുവ സുവിശേഷകന്മാരോട് വന്നു. They met Brother Dinakaran. അവർ സഹോദരൻ ദിനകരനെ They കണ്ടുമുട്ടി. asked him a question. ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. They said, lot of young people are coming up for Jesus. യേശു കർത്താവിന് വേണ്ടി ധാരാളം യുവതിയുവാക്കൾ എഴുന്നേൽക്കുന്നല്ലോ. So in the interest of young people, അതുകൊണ്ട് യുവജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് these upcoming young people, ഇങ്ങനെ ഉയർന്നു വരുന്ന യുവതലമുറയ്ക്ക് വേണ്ടി what do you advise them? എന്ത് ഉപദേശമാണ് അവർക്ക് നൽകാനുള്ളത്? Brother Dinakaran just looked. സഹോദരൻ ദിനകരൻ അവരിലേക്ക് നോക്കി. He said, if they can only be in the posture of kneeling down before God and man. അദ്ദേഹം പറഞ്ഞ പ്രകാരമാകുന്നു, അവർക്ക് ദൈവസന്നിധിയിലും മനുഷ്യന്റെ മുന്നിലും മുട്ടിലുമേൽ നിൽക്കുന്ന ഭാവത്തിൽ തന്നെ ആയിരിക്കാൻ കഴിയുമെങ്കിൽ. That is my advice. അതാണ് എൻ്റെ ഉപദേശം. Those people didn't understand. ആ ആളുകൾക്കത് മനസ്സിലായില്ല. Then they said, can you explain? അപ്പോൾ അവർ ചോദിച്ചു, അതൊന്ന് വിശദീകരിച്ച് തരാമോ? He said, kneeling down means being humble. അദ്ദേഹം പറഞ്ഞു, മുട്ടിന്മേൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ താഴ്മയുള്ള ഭാവം ധരിക്കുക. I am nothing. ഞാൻ ഒന്നുമില്ലാത്തവൻ. So Brother Dinakaran said, അതുകൊണ്ട് സഹോദരൻ ദിനകരൻ പറഞ്ഞു, if you can only be nothing before God and before people, ദൈവസന്നിധിയിലും മനുഷ്യന്റെ മുന്നിലും നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആയിത്തീരാൻ കഴിഞ്ഞാലേ. then he smiled and said, then none of them will push you down. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറഞ്ഞു, മറ്റാരും നിങ്ങളെ തള്ളി ഇടുകയില്ല. Amen. ആമേൻ. If you are already down, who will push you down? നിങ്ങൾ ഇപ്പോൾ തന്നെ നിലമ്പൊത്തിയിരിക്കുമ്പോൾ പിന്നെ ആർക്ക് നിങ്ങളെ മറിച്ചിടാൻ കഴിയും? Amen. ആമേൻ. So be humble, be nothing before God and before people. അതുകൊണ്ട് ദൈവസന്നിധിയിലും മനുഷ്യന്റെ മുന്നിലും നിങ്ങൾ വിനയമുള്ളവരായി താണിരിപ്പീൻ. Then nobody will push you down. അങ്ങനെയെങ്കിൽ നിങ്ങളെ ആരും തള്ളിയിടുകയില്ല. All you leaders, നിങ്ങൾ എല്ലാ നേതാക്കന്മാരും, you got to be nothing before God and before people. ദൈവസന്നിധിയിലും മനുഷ്യന്റെ മുന്നിലും നിങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആയി തീരണം. Amen. ആമേൻ. Okay, can we shout big praise the Lord? Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Oh, thank you, Jesus. യേശുവേ, Thank you. അങ്ങേക്കു നന്ദി. There should be balance in this. ഇക്കാര്യത്തിൽ ഒരു സന്തുലിത ഭാവം നമുക്ക് ഉണ്ടാകണം. Amen. ആമേൻ. Don't get confused. അതിൽ നാം കുഴങ്ങിപ്പോകരുത്. Some people ചില ആളുകൾ only want to be here saying I'm nothing. They don't want to exercise their in Christ authority. ഒരു ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് കർത്താവേ ഞാൻ ഒന്നുമില്ലാത്തവൻ ദൈവസന്നിധിയിൽ മാത്രം നിൽക്കും. ആളുകളുടെ മുന്നിൽ പോയി അധികാരം ഏറ്റെടുക്കുവാനുള്ള താല്പര്യം മനസ്സും അവർക്കില്ല. Always self pity, talking self pity, oh crying, oh ഒന്നുമില്ല. എല്ലായ്പ്പോഴും അവർ അവിടെ ഇരുന്നു കൊണ്ട്
അവരുടെ കാര്യങ്ങളൊക്കെയും ദൈവത്തിൽ പറഞ്ഞുകൊണ്ട് പകർന്നുകൊണ്ട് സങ്കടഭാവത്തിൽ ഏറ്റുപറഞ്ഞ മനസ്താപത്തിൽ You മാത്രമായിരിക്കും. don't have to stay depressed. അങ്ങനെ നൈരാശ്യത്തിൽ നിങ്ങൾ ആയിരിക്കരുത്. Nothingness is not the state of depression. അങ്ങനെ ഒരു ഒന്നുമില്ലായ്മയുടെ ഭാവം എന്ന് പറയുന്ന നൈരാശ്യത്തിന്റെ അവസ്ഥ അല്ല. I will tell you later what it is. അതെന്തെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. Okay. ശരി. Some people, ചില ആളുകളോ they don't want that nothingness. അങ്ങനെ ഒരു താണ്ടിരിക്കുന്ന അവസ്ഥ ഒന്നുമില്ലായ്മ അവർക്ക് They വേണ്ട. only on this they want to be established. അവർക്ക് ഈ ഭാഗത്ത് മാത്രം തങ്ങളെ തന്നെ സ്ഥിരീകരിക്കാൻ താല്പര്യമുണ്ട്. I am a child of God. ഞാൻ I am a son of king. ഞാൻ രാജാവിന്റെ പുത്രൻ. They become arrogant believers. അങ്ങനെ അവർ വളരെയധികം ആക്രോശിച്ച് അവർ ജീവിക്കുന്നു. You need both. നിങ്ങൾക്ക് രണ്ടും വേണം. Amen. ആമേൻ. You need both. നിങ്ങൾക്ക് രണ്ടും വേണം. How many of you got the answer? നിങ്ങൾ എത്ര പേർക്ക് അതിന് ഉത്തരം ലഭ്യമായി? Amen. 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 Can you give vibrant clap offering to Jesus? വളരെ ഉച്ചത്തിൽ കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം അർപ്പിക്കാമോ? So I told you, ഞാൻ നിങ്ങളോട് പറഞ്ഞു, you got to become totally nothing. നിങ്ങൾ സമ്പൂർണ്ണമായി ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ, it's not a depressing condition. അത് ഒരു നൈരാശ്യത്തിന്റെ ഒരു അവസ്ഥ അല്ല. No. ഇല്ലില്ല, അങ്ങനെയല്ല. It is so beautiful to be nothing. ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ ദൈവസന്നിധിയായിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു You സന്ദർഭമാകുന്നു. feel so light. നിങ്ങൾ വളരെ ഭാരം കുറഞ്ഞവരായി തീരുന്നു. The pressure of performance is not there. അവിടെ നിങ്ങൾ ചില സംഗതികളൊക്കെ നേടിയെടുക്കേണ്ടതിന്റെ സമ്മർദ്ദമൊന്നുമില്ല. The pressure of impressing somebody is not there. ആരെങ്കിലും ബോധിപ്പിക്കുന്നതിന്റെ ആ ഒരു സമ്മർദ്ദമൊന്നുമില്ല. I am nothing. ഞാൻ ഒന്നുമില്ലായ്മയായിരിക്കുന്നു. Now listen, everybody listen. ഇപ്പോൾ ശ്രദ്ധയോടെ നിങ്ങൾ എല്ലാവരും കേൾക്കണം. Somebody asked me, ആരോ എന്നോട് ഇങ്ങനെ ചോദിച്ചു, brother, what will happen? സഹോദരൻ, എന്ത് സംഭവിക്കും if I become nothing? ഞാൻ ഒന്നുമില്ലായ്മയായി തീർന്നാൽ? What will happen if I become nothing? ഞാൻ ഒന്നുമില്ലായ്മയായി തീർന്നാൽ എന്ത് സംഭവിക്കും? You want to know the answer? നിങ്ങൾക്ക് ഉത്തരം അറിയണമോ? Yes, listen. കേൾക്കുവിൻ. The answer is, അതിന്റെ ഉത്തരമോ, if you become nothing, നിങ്ങൾ ഒന്നുമില്ലായ്മ അവസ്ഥയിലായാൽ you can go through the eye of the needle. നിങ്ങൾക്ക് ഈ സൂചിയുടെ കുഴിയിലൂടെ കടന്നു പോകുവാൻ കഴിയും. Amen. മനസ്സിലായോ? Correct. മനസ്സിലായോ? It is taking little time, right? അല്പസമയം എടുക്കും. You are nothing. നിങ്ങൾ ഒന്നുമില്ലായ്മയിലായിരിക്കുന്നു. You can go through the eye of the needle, come back, go, come, nothing. അതുകൊണ്ട് സൂചിക്കുഴിയിലൂടെ അകത്തേക്കും പുറത്തേക്കും ഒക്കെ പോയി വരാൻ കഴിയുന്നു. Nothing means you are not loaded. ഒന്നുമില്ലായ്മെന്ന് പറഞ്ഞാൽ നാം ഭാരം ചുമക്കുന്നില്ല. You are unloaded. ഭാരമൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നു. No performance, no showing off, no I am somebody, nothing. ഞാൻ ആരെങ്കിലും ആണ് എന്ന് മറ്റാരെയും നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. You can go through the eye of the needle. ആ സൂചിക്കുഴിയുടെ വേഗത്തിൽ നമുക്ക് കടന്നു പോകാം. Hallelujah. 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 One day I asked the Lord, നിങ്ങൾക്കറിയുമോ, ഞാൻ കർത്താവിനോട് ഒരു ദിവസം ചോദിച്ചു, Lord, why did you send us as sheep among wolves? കർത്താവേ, എന്തുകൊണ്ട് ഞങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിൽ ആടുകളെ പോലെ അയച്ചിരിക്കുന്നു? The wolf will tear the sheep. ആ ചെന്നായ്ക്കളൊക്കെയും ആടുകളെ പിടിച്ച് കടിച്ച് കൊന്നു തിന്നും. The sheep is nothing compared to wolf. ഈ ചെന്നായ്ക്കളുമായി നോക്കുമ്പോൾ ഈ ആടുകൾ ഒന്നുമല്ല. You should have sent us like Indian tigers. കർത്താവേ, ഭാരതത്തിലെ കടുവകളെ പോലെ ഞങ്ങളെ അയച്ചിരുന്നെങ്കിലോ? Tiger will tear the wolf. ഈ ചെന്നായ്ക്കളൊക്കെയും കടിച്ചു കീറാൻ കഴിയുമായിരുന്നല്ലോ. Why, Lord? എന്റെ കർത്താവേ, You said I'll send you as sheep among wolves. ചെന്നായ്ക്കളുടെ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നല്ലേ കർത്താവ് പറഞ്ഞത്. God spoke to me. ദൈവം എന്നോട് സംസാരിച്ചു. First thing, ഒന്നാം കാര്യം, sheep is nothing, you said. Right? പറഞ്ഞില്ലേ, ഈ ആട് എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മ അവസ്ഥയിൽ. So I want you to be nothing. നീ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി തീരണം. Second, രണ്ടാമത്, the sheep will always depend on the shepherd. ആ ആടുകൾ എപ്പോഴും ആട്ടിടയനെ തന്നെ ആശ്രയിക്കും. Tiger will not depend on the shepherd. കടുവ ഈ ആട്ടിടയനെ ആശ്രയിക്കില്ല. Tiger will kill the shepherd also, wolf also. കടുവ ഇപ്പോൾ ആട്ടിടയനെയും പിടിച്ച് തിന്നും, അതുപോലെ ചെന്നായും പിടിച്ച് തിന്നും. But one thing God told me again, very important. വീണ്ടും കർത്താവ് ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു, വളരെ പ്രാധാന്യമായി. You know why പ്രാധാന്യമായി. I sent you as sheep among wolves? കർത്താവ് എന്നോട് പറഞ്ഞതോ, ഞാൻ നിന്നെ ചെന്നായ്ക്കളുടെ ആടുകളെ പോലെ അയച്ചിരിക്കുമ്പോൾ, because my sheep will hear my voice. കാരണം എന്നാൽ എൻ്റെ ആട് എൻ്റെ ശബ്ദം കേൾക്കും. Tiger will not hear my voice. കടുവ എൻ്റെ ശബ്ദം കേൾക്കില്ല. My sheep will hear my voice. എൻ്റെ ആട് എൻ്റെ ശബ്ദം കേൾക്കും. I know them. എനിക്ക് അവരെ അറിയാം. They will follow me. അവർ എന്നെ അനുഗമിക്കും. Listen. എന്നെ കേൾക്കുവിൻ. When you become nothing, നിങ്ങൾ ഒന്നുമില്ലായ്മയാകുമ്പോൾ hear the voice of Jesus. യേശുവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. You will know Jesus. നിങ്ങൾ യേശുവിനെ അറിയും. You will follow Jesus. നിങ്ങൾ യേശുവിനെ അനുഗമിക്കും. Listen, please listen. വളരെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. The knowledge of God is given only when you stay
in the state of nothingness of self. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സ്വയം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, You will never know God outside nothingness. ഒന്നുമില്ലായ്മയുടെ അവസ്ഥയ്ക്ക് അപ്പുറത്ത് പുറമെ നിന്നുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. Are you following? നിങ്ങൾ മനസ്സിലാക്കുന്നു? The angels are covering their face around the throne. ദൂതന്മാരൊക്കെയും സിംഹാസനത്തിന് മധ്യേ അവർ നിന്നുകൊണ്ട് അവരുടെ മുഖം മറയ്ക്കുന്നു. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? They are saying we are nothing. അവർ പറയുന്നു ഞങ്ങൾ ഒന്നുമില്ലായ്മയും. Don't look at our face. ഞങ്ങളുടെ മുഖത്തേക്ക് ദൈവമേ നോക്കരുതേ. Look at the face of the one who is seated on the throne. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കണമേ. We are not worthy, we are nothing. ഞങ്ങൾ അയോഗ്യരാകുന്നു, അർഹതയില്ലാത്തവരാകുന്നു, ഒന്നുമില്ലായ്മയിലാകുന്നു. 24 elders are falling down. 24 മൂപ്പന്മാർ ദാ മുട്ടിന്മേൽ വീഴുന്നു. Putting their crown. അവരുടെ കിരീടമൊക്കെയും വെക്കുന്നു. What are they saying? അവരെന്താണ് പറയുന്നത്? We are nothing. ഞങ്ങൾ അയോഗ്യർ, ഒന്നുമില്ലാത്തവർ. ഞങ്ങൾ ഒന്നുമില്ലായ്മയിലാകുന്നു. When you become nothing, you will be around the throne of God. നിങ്ങൾ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിലായി തീരുമ്പോൾ നിങ്ങൾ സ്വർഗ്ഗസിംഹാസനത്തിന് ചുറ്റുപാടുമായിരിക്കും. Hallelujah. Hallelujah. You will know God. നിങ്ങൾ ദൈവത്തെ അറിയും. In the state of nothingness of self. നിങ്ങളുടെ സ്വയത്തിന്റെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിങ്ങൾ ദൈവത്തെ അറിയുവാനിടയാകും. Amen. ആമേൻ. I will tell you one or two things more, then I'll close. ഞാൻ ഒന്ന് രണ്ട് സംഗതികളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. Are you all tired? നിങ്ങൾ ക്ഷീണിതരോ? Are you fresh? Because this afternoon is a nice time to get one nap, no? കാരണം എന്താ, ഉച്ച കഴിയുമ്പോൾ ഒന്ന് ഉറങ്ങാനുള്ള സമയമാണല്ലോ. Is it okay? Can I tell some more things? ചില സംഗതികളോട് പറയട്ടെ. Okay, listen very carefully. വളരെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. What is the state of nothingness of self? ഒന്നുമില്ലായ്മയിൽ, അത് സ്വയത്തിന്റെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥ എന്ന് പറയുന്നതിന്റെ സംഗതി എന്താകുന്നു? We'll explain it more. അതിനെ അല്പം കൂടി വിശദീകരിക്കാം. 2 illustrations I'll give you. രണ്ട് ഉദാഹരണങ്ങളോട് പറയാം. What is the state of nothingness? എന്താണ് ഒന്നുമില്ലായ്മയുടെ അവസ്ഥ? Okay. You know when you first came to Jesus? നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് ഒന്നാമത് ഇദംപ്രഥമമായി വന്ന സന്ദർഭം ഓർക്കുന്നു? നിങ്ങളുടെ പശ്ചാത്താപം first time ഒന്നാമതായി to the cross, ക്രൂശിലേക്ക് to the വന്നപ്പോൾ, blood, രക്തത്തിന്റെ അടുക്കിലേക്ക് in വന്നപ്പോൾ, repentance. പശ്ചാത്താപത്തിൽ വന്നപ്പോൾ, How were you feeling in your heart that time? ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്തുള്ള മനോഭാവം അവസ്ഥയിൽ Lord, I'm nothing, Lord. കർത്താവേ, ഞാൻ ഒന്നുമില്ലായ്മയും, I depend on your mercy, Lord. അങ്ങയുടെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു കർത്താവേ. Forgive me, Lord. എന്നോട് ക്ഷമിക്കണം കർത്താവേ. Cleanse me, Lord. എന്നെ അനുഗ്രഹിക്കണമേ. Now listen. ഇപ്പോൾ കേൾക്കുവിൻ. That state, that condition that you had that time in your heart, that is the state of nothing. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്തുണ്ടായിരുന്ന നിങ്ങളുടെ അവസ്ഥയാകുന്നു നിങ്ങളുടെ ആ മനോഭാവത്തിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടത്. You followed? ഒന്നുമില്ലായ്മയുടെ അവസ്ഥ. The day you were born again, you were nothing. നിങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ ആ അവസ്ഥയിൽ നിങ്ങൾ ഒന്നുമില്ലായ്മയിലായിരുന്നു. And that day you were so happy after you were saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷമോ നിങ്ങൾക്ക് അതീവമായ സന്തോഷമുള്ളവരായി തീർന്നു. Amen. ആമേൻ. That repentant state, ആ പശ്ചാത്താപത്തിന്റെ ആ ഒരു സന്ദർഭം, that is the state of nothingness of self. അതാണ് സ്വയത്തിന്റെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥ. Amen. ആമേൻ. That's why God told most of the churches in Revelation. അതുകൊണ്ടാണ് മിക്ക സഭകളോടും വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം സംസാരിച്ചത്. Repent. പശ്ചാത്തപിക്കുവിൻ. Repent. മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരപ്പെടുവിൻ. Go back to that state. കാരണം എന്താ, ആ പഴയ ആ ഭാവത്തിലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലുവിൻ. I'm nothing. ഞാൻ ഒന്നുമില്ലായ്മ. Oh, I'm nothing. അയ്യോ, ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. You know, amen. നിങ്ങൾക്കറിയാം. ആമേൻ. Listen. ശ്രദ്ധിക്കുവിൻ, കേൾക്കുവിൻ. Repentance is an act. Nothingness is a state. മാനസാന്തരം എന്നത്, once again, repentance is an act. മാനസാന്തരം എന്നത് ഒരു പ്രവൃത്തി. Nothingness is a state. എന്നാൽ ഒന്നുമില്ലായ്മ എന്നത് ഒരു അവസ്ഥ. Amen. ആമേൻ. You got it? മനസ്സിലായോ? You have to be in that avastha. ആ അവസ്ഥയിൽ നാം, ആ ഭാവത്തിൽ നാം എത്തിച്ചേരണം. All the time. എല്ലായ്പ്പോഴും. Just I'm nothing. അയ്യോ, ഞാൻ ഒന്നുമില്ലായ്മയിൽ. Oh, you will be so beautiful. നിങ്ങൾ വളരെ സുന്ദരനായി തീരും. It will be so nice. നിങ്ങൾ വളരെ മനോഹരമായി തീരും. Another illustration I'll give you. മറ്റൊരു ഉദാഹരണം പറയാം. What it means to be nothing. എന്താണ് ഒന്നുമില്ലായ്മ എന്നതിന്റെ അവസ്ഥ? Listen, everybody listen എല്ലാ carefully. ആളുകളും ശ്രദ്ധിക്കുവിൻ. Little child. ഒരു കൊച്ചുകുട്ടി. Oh, the child you're carrying also. അല്ല, നിങ്ങളെ ചുമന്ന് കിടക്കുന്ന കൊച്ചുകുട്ടി ആയിക്കൊള്ളട്ടെ. What is the child? എന്താണ് ആ കൊച്ചുകുഞ്ഞ്? Nothing. ഒന്നുമില്ലായ്മ അവസ്ഥയിൽ. No performance, no pleasing somebody, nothing. ആരെങ്കിലും പ്രസാദിപ്പിക്കണമെന്നുള്ള അതീവമായ കാഴ്ചപ്പാടോ ഒന്നും ആ കൊച്ചുകുഞ്ഞിനില്ല. Right? ശരിയല്ലേ? Not worried about anything. ഒന്നിനെ കുറിച്ച് മനോഭാരമില്ല. Yeah, mommy will take care of me, daddy will take care of me. എൻ്റെ മാതാവും എൻ്റെ പിതാവും എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തുകൊള്ളും. The child will not complain, today is very hot. ഇന്ന് വളരെ ചൂടുള്ള ദിവസമാണെന്ന് ആ കൊച്ചുകുഞ്ഞ് വന്ന് പരാതി പറയില്ല. If it rains, this time we are having lot of rains. ഈ മഴയുണ്ടാകുമ്പോൾ അയ്യോ ഈ വർഷത്തിൽ നല്ല മഴയുണ്ടല്ലോ എന്ന് വന്ന് പറയില്ല. Nothing. ഒന്നുമില്ല.
The child is totally depending on parents. ആ കൊച്ചുകുഞ്ഞ് പൂർണ്ണമായും മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നു. Parents' love will take care of the child. മാതാപിതാക്കൾ അവർ സ്നേഹിക്കുന്നു, കുഞ്ഞിനെ സ്നേഹിക്കുന്നു, അതിനെ കരുതുന്നു. The child grows, is busy playing. ആ കൊച്ചുകുഞ്ഞ് വളരുന്നു, അത് ഓടി നടന്ന് അത് കളിച്ചുകൊണ്ട് നടക്കുന്നു. Catching butterflies, seeing everything. ചിത്രശലഭങ്ങളെ ഓടി പിടിക്കുന്നു, അത് സന്തോഷത്തോടെ നടക്കുന്നു. Go back one day, go back in your childhood days. നിങ്ങളുടെ കൊച്ചുകുഞ്ഞിന്റെ ആ ഭാവത്തിലേക്ക്, ആ ശൈശവ ദശയിലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ എത്ര മനോഹരമായ കാലഘട്ടമായിരുന്നു. Now you have become too big. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വളർന്ന് മുതിർന്നെത്തി. The child heart is gone. ആ ശിശുവിന്റെ ഹൃദയം വിട്ടുപോയി. Jesus said, യേശു പറഞ്ഞു, you have to become like little child. നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ, Amen. Amen, you cannot enter into the kingdom of God. നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. You cannot know God നിങ്ങൾക്ക് ദൈവത്തെ അറിയുവാൻ unless കഴിയുകയില്ല. you become like this little child. നിങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. Amen. ആമേൻ. It is my prayer. എൻ്റെ പ്രാർത്ഥന ഇതാകുന്നു, Everybody here ഇവിടെയുള്ള എല്ലാ ആളുകളും will have a childlike heart. ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഭാവത്തിൽ എത്തിച്ചേരണം. Amen. ആമേൻ. Even if God anoints you, ദൈവം നിങ്ങൾക്ക് അഭിഷേകം നൽകിയാലും, God uses you mightily, ദൈവം നിങ്ങളെ ശക്തിയോടെ ഉപയോഗിച്ചാലും, but you'll have a childlike heart. എന്നാൽ ഒരു ശിശുവിന്റെ ഹൃദയത്തിന്റെ ലാളിത്യം ഉണ്ടായിരിക്കും. Can you clap your hands and praise the Lord? കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം അർപ്പിക്കാമോ? Oh, thank you Jesus. Okay, now answer me. ഇപ്പോൾ എനിക്ക് ഉത്തരം പറയണം. A little child, ഒരു കൊച്ചുകുട്ടി, 10 months old, 1 year old, 10 മാസം അല്ലെങ്കിൽ 1 വർഷം പ്രായമുള്ള കുഞ്ഞ്, or little small also. അല്ല കൊച്ചു കുഞ്ഞായിക്കോട്ടെ, The father is carrying. പിതാവ് അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നു. Okay. Does the child have faith? ആ കൊച്ചു കുഞ്ഞിന് വിശ്വാസമുണ്ടോ? Loudly. ഉച്ചത്തിൽ പറയാം, വിശ്വാസമുണ്ടോ? Does the child have obedience? ആ കുഞ്ഞിന് അനുസരണയുണ്ടോ? What is the child? എന്താണ് ആ കുഞ്ഞ്? ശിശു എന്താണ്? Nothing. ഒന്നുമില്ലായ്മ. No faith, no obedience. അതിന് വിശ്വാസമില്ല, അനുസരണയില്ല. Prayer life? പ്രാർത്ഥനാ ജീവിതമുണ്ടോ? Fasting? ഉപവാസമുണ്ടോ? പറയണം, പറയണം. ഒന്നുമില്ലായ്മയുടെ അവസ്ഥ. Nothing. ഒന്നുമില്ല. Now answer me. ഇപ്പോൾ നിങ്ങൾ ഉത്തരം പറയണം. Whose cup is overflowing with love? Is the child's cup or is the father's cup? ആരുടെ പാനപാത്രമാണ് നിറഞ്ഞു കവിയുന്നത്? കൊച്ചുകുഞ്ഞിന്റെ, ശിശുവിന്റെ പാനപാത്രമോ അതോ മാതാപിതാക്കളുടേതോ? Father's. പിതാവിന്റെ പാനപാത്രം. It's overflowing. Love is coming on the child. ആ കൊച്ചുകുഞ്ഞിലേക്ക് പിതാവിന്റെ സ്നേഹത്തിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. The child is nothing. ആ കുഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ The love is overflowing on the child. ആ കുഞ്ഞിലേക്ക് സ്നേഹം ഇതാ നിറഞ്ഞു കവിയുന്നു. From the father's heart. പിതാവിന്റെ ഹൃദയത്തിൽ നിന്നും. Listen. കേൾക്കുവിൻ. The son who is in the bosom of the father has revealed the father to us. പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. You want to know God? നിങ്ങൾക്ക് ദൈവത്തെ അറിയണമോ? Become like that little child. ആ കൊച്ചു കുഞ്ഞിന്റെ അവസ്ഥയിൽ എത്തിച്ചേരുവിൻ. Be in his bosom. യേശുവിന്റെ ദൈവത്തിന്റെ മടിയിൽ എത്തിച്ചേരുവിൻ. And then you will reveal to the world your God. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കും. We don't know God because we are not become like little children. നാം ശിശുക്കളെ പോലെ ആയി വരാത്ത മുഖാന്തരം നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. There is no nothingness of selfishness. ആ സ്വാർത്ഥതയില്ലായ്മയും ഒന്നുമില്ലായ്മയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. The self that is in us opposes God. നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയോ ദൈവത്തോട് മത്സരിക്കുന്നു. And we need to get rid of that self. ആ ഒരു സ്വാർത്ഥത നാം വെടിയേണ്ടതുണ്ട്. Get rid of that self. ആ സ്വാർത്ഥത നമുക്ക് വെടിഞ്ഞു കളയാം. You need to pray before God for days. Purify me from self. ദൈവമേ, എൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് എന്നെ വിശുദ്ധീകരിക്കണമെന്ന് കർത്താവിനോട് നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. Don't pray for power. ശക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. Lord, give me power. ദൈവമേ, ശക്തി എനിക്ക് തരണം എന്ന് You're wasting പ്രാർത്ഥിക്കണം. your time. നിങ്ങളുടെ സമയം നിങ്ങൾ വൃഥാവാക്കുന്നു. If you want to pray something, നിങ്ങൾക്ക് ഏതിനെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ pray, Lord, let all the self in me go. കർത്താവേ, എന്നിലുള്ള സകല സ്വാർത്ഥതയും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിപ്പിൻ. Not I, but Christ should live in me. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവിൻ.
When you have nothingness of all in you, നിങ്ങളിലുള്ള എല്ലാറ്റിൻ്റെയും ഒന്നുമില്ലായ്മയിൽ ആ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ, I'll repeat. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, When you have nothingness of all in you, നിങ്ങളിലുള്ള എല്ലാറ്റിലും നിങ്ങളുടെ ഇല്ലായ്മയുടെ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ, you will get the allness of God. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഭാവം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിറങ്ങും. Amen. ആമേൻ. You know, we say now here nothing is here around. നമുക്ക് ഇവിടെ ഈ വേദിയിൽ ചുറ്റുപാടുമായി ഒന്നുമില്ലല്ലോ, വെറുതെ കിടക്കുന്നു, Right? ഇല്ലേ? Where is God? God is here. Right? എവിടെയാണ് ദൈവം? ദൈവം ഇവിടെയുണ്ട്. He fills nothingness. ദൈവം ശൂന്യതയെ നിറയ്ക്കുന്നു. So you become nothing, God will fill you. അതുകൊണ്ട് നിങ്ങൾ ശൂന്യാവസ്ഥയിൽ ചേരുമ്പോൾ ദൈവം നിങ്ങളെ നിറയ്ക്കും. Amen. ആമേൻ. You ask, brother, how do I reach that state of nothingness? How to become nothing? നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരാ, എങ്ങനെയാകുന്നു ഞാൻ ആ ഒന്നുമില്ലായ്മയുടെ ശൂന്യതയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക? Very simple. വളരെ ലളിതമാകുന്നു. You should prefer others before you. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾക്ക് മുൻപായി നിങ്ങൾ സ്വീകരിക്കണം. Very easy to become nothing. ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ വളരെ എളുപ്പമാണ്. I prefer my brother before me. എന്നെക്കാളധികം എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നു. I am more interested in his needs than my need. എൻ്റെ ആവശ്യത്തെക്കാൾ അധികമായി എൻ്റെ സഹോദരൻ്റെ ആവശ്യത്തെ ഞാൻ പ്രാമുഖ്യമായി കാണുന്നു. Amen. ആമേൻ. I need 10,000 rupees. എനിക്ക് 10,000 രൂപ ആവശ്യമുണ്ട്. But my brother also needs 10,000. എന്നാൽ എൻ്റെ സഹോദരന് 10,000 രൂപ ആവശ്യമുണ്ട്. So forget about me. His need has to be met. എൻ്റെ കാര്യം മറന്നു കളയാം. എൻ്റെ സഹോദരന്റെ ആവശ്യമോ അത് I will നിറവേറണം. fast and pray. God meet his need. ദൈവമേ, സഹോദരന്റെ ആവശ്യം നിറവേറണമേ എന്ന് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും. Amen. ആമേൻ. Not I. ഞാൻ അല്ല, My brother before me. എനിക്ക് മുന്നായി എൻ്റെ സഹോദരൻ. Hallelujah. ഹല്ലേലൂയ. You know, that is the heart. അതാണ് അത്തരത്തിലെ ഹൃദയം. Nothingness. ശൂന്യമായ ഹൃദയം. Jesus went to blind Bartimaeus. ബർത്തിമായുടെ അടുക്കലേക്ക്, അന്ധനായ ബർത്തിമായുടെ അടുക്കലേക്ക് യേശു പോയി. Bartimaeus is a beggar. ബർത്തിമായോ അവനൊരു യാചകൻ. And Jesus goes below him. യേശു കർത്താവ് അവന്റെ കീഴേക്ക് പോകുന്നു. He goes below the beggar. ആ യാചകന്റെയും താഴേക്ക് യേശു എത്തി. What can I do for you, Bartimaeus? ബർത്തിമായേ, നിനക്ക് ഞാൻ എന്തു ചെയ്യണ്ടു? Amen. ആമേൻ. You know, you are all leaders. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ എല്ലാവരും നേതാക്കന്മാരാകുന്നു. You will prefer other people before you. നിങ്ങൾക്ക് മുൻപേ നിങ്ങൾക്ക് അധികമായി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കും, പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി സഹായിക്കും. Amen. ആമേൻ. That is the way to get nothingness. അങ്ങനെയാണ് ആ ശൂന്യതയുടെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ എത്തിച്ചേരുക. Oh, blessed be the name of Jesus. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. Can we clap our hands and praise the Lord? നമുക്ക് കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം അർപ്പിക്കാമോ? Oh, thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ Thank നന്ദി. you, Jesus. യേശുവേ നന്ദി. Can you all stand up once again and sit down? Every 45 minutes I'm making you stand and sit. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എഴുന്നേറ്റ് ഒന്നിരിക്കാമോ? ഒരു 40 നിമിഷമായല്ലോ, ഒന്ന് എഴുന്നേറ്റിരിക്കാം. Okay. Again, on your toes, down. Little left, little right. Are you all hungry? നിങ്ങൾക്കെല്ലാം വിശപ്പുണ്ടോ? Angry? കോപമുണ്ടോ? Not hungry? വിശപ്പില്ലേ? Not angry. Okay. Oh. കോപവുമില്ല. One more five to somebody. ഒരു പ്രാവശ്യം കൂടെ ഹൈ ഫൈവ്. ആരോട്? Okay. Give to somebody else, not the same people. അതേ ആൾക്കല്ല, വേറൊരാൾ കൊടുത്തേ. Thank you, Jesus. യേശുവേ Thank you, നന്ദി. Jesus. Thank you, Jesus. യേശുവേ നന്ദി. Keep standing 1 minute. ഒരു നിമിഷം നമുക്ക് നിൽക്കാം. I'll ask you a question. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. How many of you heard this statement? നിങ്ങളുടെ എത്ര പേർ ഈ പ്രസ്താവന കേട്ടിട്ടുണ്ട്? Empty yourself of all the evil that is in you. God will fill you and use you. നിങ്ങളിലുള്ള എല്ലാ ദുഷ്ടതയും നിങ്ങൾ ശൂന്യമാക്കുവിൻ, അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. And He will use you. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. How many heard this? ഈ പ്രസ്താവന നിങ്ങൾ എത്ര പേർ കേട്ടു? Yes. Empty yourself of all the evil in you. നിങ്ങളിലുള്ള എല്ലാ ദുഷ്ടതയും നിങ്ങൾ ശൂന്യവൽക്കരിക്കുവിൻ. God will fill you and use you. ദൈവം നിങ്ങളെ നിറച്ച് ഉപയോഗിക്കും. Okay? Now I'll ask you a question. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. You all heard that, isn't it? എല്ലാവരും ഇത് കേട്ടല്ലോ? Okay. ശരി. The Bible says വേദപുസ്തകം പറയുന്നു, Jesus also emptied himself of everything in heaven and came
as zero. യേശു കർത്താവും തനിക്ക് സ്വർഗത്തിലുണ്ടായിരുന്ന സർവ്വത്തെയും അവിടെ വെടിഞ്ഞിട്ട് ശൂന്യമായി ഭൂമിയിലേക്ക് യേശു വന്നു. What did Jesus empty himself of? He had no evil in him. യേശു കർത്താവിന് ദുഷ്ടത തിന്മ ഒന്നും ഉണ്ടായിരുന്നില്ല. യേശു കർത്താവ് എന്തായിരുന്നു വെടിഞ്ഞത്? He didn't have evil in him. യേശുവിൽ യാതൊരു തിന്മയും ഉണ്ടായിരുന്നില്ലല്ലോ. So what did he empty himself of? യേശു കർത്താവ് എന്തിനെ വെടിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്? Of all the good that he had. യേശുവിനുണ്ടായിരുന്ന സർവ്വ നന്മയും വെടിഞ്ഞിട്ട് All he had was good. യേശുവിനുണ്ടായിരുന്ന എല്ലാം All നന്മയായിരുന്നു. the glory. എല്ലാ മഹത്വവും Everything he emptied. എല്ലാം യേശു കർത്താവ് അവിടെ വിട്ടേച്ച് He came back as nothing, zero. ഒന്നുമില്ലാത്ത ശൂന്യാവസ്ഥയിൽ ഭൂമിയിലേക്ക് വന്നു. God the Father used him. പിതാവായ ദൈവം യേശുവിനെ ഉപയോഗിച്ചു. So what is the message? അതുകൊണ്ട് എന്താണ് സന്ദേശം? Empty yourself of all the evil. നിങ്ങളിലുള്ള എല്ലാ തിന്മയും ദുഷ്ടതയും വെടിയുവീൻ. Empty yourself of all the good. നിങ്ങളിലുള്ള എല്ലാ നന്മയും നിങ്ങൾ വെടിയുവീൻ. All the glory, empty yourself. എല്ലാ മഹത്വവും സർവവും നിങ്ങൾ വെടിയുവീൻ. Become zero. നിങ്ങൾ പൂജ്യമായി തീരുവീൻ. Khali. കാലിയാകുവീൻ. I am nothing. ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ God will fill you. ദൈവം നിങ്ങളെ നിറയ്ക്കും. God will anoint you. ദൈവം നിങ്ങളെ അഭിഷേകം നൽകും. God will use you. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. Somebody shout, praise the Lord. 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 Praise the Lord.